കുടുംബം, അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന ശുശ്രൂഷകർ, സഭ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ വന്ദനം അറിയിക്കുന്നു. വേഗത്തിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നിന്ന് ചില കാര്യങ്ങൾ, വെളിപ്പാടുകൾ നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കും. ഞാനിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു വാക്ക്, ഇന്നത്തോടുകൂടി ചിലരുടെ ജീവിതത്തിൽ ഒരു വലിയ എലവേഷൻ സംഭവിക്കാൻ പോവാണ്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഗ്രാഫിൽ നിന്ന് കർത്താവ് നിങ്ങളെ കൗണ്ട് ഡൗൺ ചെയ്തെന്ന് പൊക്കിവിടും. അതൊരു പ്രവാചക ശബ്ദമായി ഞാൻ സഭയോടും എന്നെ കേൾക്കുന്ന എല്ലാവരോടും പറയുകയാണ്. ഇന്നലകളിൽ നഷ്ടമായത് പലതും തിരികെ വേണമെന്നായിരുന്നു നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനകത്തോട്ട് കയറിയത്. എന്നാൽ കർത്താവ് പറയുന്നു, ഇന്നലകളിൽ നിനക്ക് നഷ്ടമായതിനെ അല്ല തരാൻ പോകുന്നത്, ഒരു നാളിലും നീ പ്രാപിച്ചിട്ടില്ലാത്ത, ഒരിക്കൽ പോലും നിന്റെ മേൽ വീണിട്ടില്ലാത്ത ഒരു പുതിയ പുതപ്പിന് വേണ്ടി ആഗ്രഹിച്ചു തുടങ്ങിക്കോ. പരിശുദ്ധാത്മാവിന് അതിനുള്ള സ്വാതന്ത്ര്യത്തോടു കൂടി ചലിക്കുവാൻ നിങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുത്തോ. ഈ രാത്രി അസാധാരണമായ ചില മുദ്രകൾ നിങ്ങളുടെ മേൽ കർത്താവ് പതിപ്പിക്കും. ഇതിനകത്ത് നിങ്ങൾ ഇറങ്ങിപ്പോകുമ്പോൾ നിങ്ങൾ ഓരോരുത്തരെയും കാണുമ്പോൾ ഇരുട്ടിൻ്റെ ആത്മമണ്ഡലങ്ങൾക്ക് ഭയമാകുന്നത് പോലെ, ഇരുട്ടിൻ്റെ രാജ്യത്തിന് ഭയം തോന്നുന്നത് പോലെ പരിശുദ്ധാത്മാവ് നിങ്ങളെ അഭിഷേകത്തിൻ്റെ പുഷ്ടി കൊണ്ട് നിറയ്ക്കട്ടെ. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നുകങ്ങൾ തകരും, ബന്ധനങ്ങൾ ഒടിയും. ഇനിമേൽ നിന്റെ മേൽ അതവയ്ക്ക് വാഴ്ച നടത്താൻ പറ്റാത്തതുപോലെ ആത്മാവിൽ നിങ്ങൾ എഴുന്നേറ്റ് വാഴും. എത്ര പേർ, എനിക്കറിയത്തില്ല എത്ര പേർക്ക് കൊതിയുണ്ട് പരിശുദ്ധാത്മാവിന്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകണമെന്ന് കൊതിക്കുന്നവർ ആ കരമൊന്ന് ഉയർത്തിയേ. കാരണം നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടം വല്ലാത്തൊരു സിറ്റുവേഷനിലാണ് പോകുന്നത്. എങ്ങോട്ട് നോക്കിയാലും നിങ്ങളെ ഞെരുക്കുന്ന സിറ്റുവേഷനുകളാണ്. എങ്ങോട്ട് നോക്കിയാലും നിങ്ങളെ വല്ലാതെ ഞെരുക്കിക്കളയുന്ന, നിങ്ങളെ വല്ലാതെ ശൂന്യരാക്കി കളയുന്ന ഒരു സമയത്തിലേക്കാണ് കാലം പൊക്കൊണ്ടിരിക്കുന്നത്. ആ കാലം അങ്ങനെ പോകുമ്പോൾ യോവേൽ പ്രവാചകന്റെ ശബ്ദം ഞാൻ ഒരിക്കൽ കൂടി വിളിച്ചു പറയാം. അന്ത്യകാലത്ത് എല്ലായിടത്തും ഞെരുക്കം ഉണ്ടാകുമ്പോൾ, എല്ലായിടത്തും മരണം വാഴുമ്പോൾ, എല്ലായിടത്തും ശൂന്യത വാഴുമ്പോൾ, അളവില്ലാത്തൊരു ആത്മശക്തിയുമായിട്ട്, അളവില്ലാത്തൊരു ആത്മനിയോഗവുമായിട്ട്, അഭിഷേകത്തിന്റെ ഒരു പുഷ്ടിയുമായിട്ട് അവൻ തന്റെ സഭയെ എഴുന്നേൽപ്പിക്കും. സഭ ഒരുമിച്ച ശബ്ദത്തിന് ആമേൻ പറയണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാത്രി അങ്ങനെ ഒന്ന് കൊതിച്ചോണം. ഒരു ശക്തമേറിയ പകർച്ച കർത്താവ് നമ്മുടെ നടുവിൽ ചെയ്യട്ടെ. മുഖവുര പറഞ്ഞാൽ മുന്നോട്ട് നീങ്ങിപ്പോകും. ഒടുവിൽ ഞാൻ പ്രവചിക്കാൻ തുടങ്ങും, പിന്നെ അത് അങ്ങനെ പോകും. അതുകൊണ്ട് ഞാൻ അവിടെ വെച്ച് നിർത്തിയിട്ട് റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നു. വളരെ ഗൗരവമായ ചില കാര്യങ്ങൾ ഇന്ന് രാത്രി നമുക്ക് പഠിക്കാനുണ്ട്. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. എല്ലാവരും വേദപുസ്തകം തുറക്കുക. സ്ക്രീനിൽ വായിക്കുന്നത് നല്ലതാണെങ്കിലും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം തുറന്ന് നിങ്ങളുടെ കണ്ണുകൊണ്ട് ഒന്നത് വായിക്കുന്നത് നല്ലത്. എല്ലാവരും ദയവായി തുറന്നാലും. റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായം വാക്യം 20. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ ചതച്ചു കളയും. റോമിലെ ദൈവസഭയ്ക്ക് പൗലോസ് അപ്പോസ്തലൻ ലേഖനം എഴുതുമ്പോൾ സുവിശേഷത്തിന്റെ ശരിയായ ഒരു ഘടന താൻ എഴുതി അയക്കുകയാണ്. 1-ാം അധ്യായം പറയുന്നു, സകല ജനവും പാപത്തിന്റെ കീഴിലാണ്. 2-ാം അധ്യായം പറയുന്നു, ന്യായപ്രമാണവും പിതാക്കന്മാരും ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന യഹൂദന്മാരും പാപത്തിന്റെ കീഴിൽ തന്നെയാണ്. 3-ാം അധ്യായം പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് ഗിയർ മാറ്റുന്നു. ഒരുത്തൻ പോലും നീതിമാനില്ല, ഒരാൾ പോലും നീതീകരിക്കപ്പെടുന്ന പ്രവൃത്തിയുമായി ദൈവം മുമ്പാകെ നിൽക്കാൻ യോഗ്യനുമല്ല. എന്നാൽ സകല മനുഷ്യർക്കും ജീവൻ നൽകാൻ കാരണമായിരിക്കുന്ന രക്ഷയെ ദൈവം തൻ്റെ നീതി പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി, സ്നേഹം പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ക്രൂശിൽ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്.
4-ാം അധ്യായം പറയുന്നു, അതുകൊണ്ട് പ്രവർത്തികൾ കൊണ്ടല്ല, വിശ്വാസത്താൽ. ഒരുമിച്ച് എല്ലാവരും ആ വാക്ക് പറഞ്ഞേ, പ്രവർത്തികൾ കൊണ്ടല്ല, വിശ്വാസത്താൽ. 5-ാം അധ്യായം ആരംഭിക്കുന്നത് അങ്ങനെയാണ്, നാം സൗജന്യമായി നീതീകരിക്കപ്പെട്ടിട്ട് ഈ കൃപയിലേക്ക് പ്രവേശിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന ഈ കസേരയിൽ വന്നിരിക്കുന്ന നിങ്ങളും, ഈ മൈക്രോഫോണിലൂടെ നിങ്ങളോട് വചനം പറയുന്ന ഞാനും പ്രവർത്തിയാൽ കൃപയ്ക്കകത്തോട്ട് കയറിയതല്ല. പ്രവർത്തിയാണെങ്കിൽ കൃപയല്ല. പ്രവർത്തിയാൽ കയറിയതല്ല, സൗജന്യമായ നീതീകരണത്താൽ ഈ നിൽക്കുന്ന പൊസിഷനിലേക്ക് കയറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ എന്തെങ്കിലും കഴിവ് കൊണ്ട്, എൻ്റെ എന്തെങ്കിലും മേന്മ കൊണ്ട്, എൻ്റെ എന്തെങ്കിലും യോഗ്യത കൊണ്ടാണ് ഇതിനകത്തോട്ട് നിങ്ങൾ എത്തി എന്നതാണ് നിങ്ങളുടെ ഉള്ളിലെ ധാരണയെങ്കിൽ ഇന്ന് രാത്രി ആ ധാരണ അങ്ങ് പൊളിച്ചു കളയണം. അങ്ങനെ അല്ല നിങ്ങൾ എത്തിയത്, സൗജന്യമായി. നിങ്ങളുടെ മെരിറ്റ് നോക്കാതെ, മാർക്ക് ലിസ്റ്റ് നോക്കാതെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇതുവരെ നൽകി തന്ന ഒരു മേന്മയുടെയും ലിസ്റ്റ് നോക്കി മാർക്കിടാതെ, ഒരു യോഗ്യതയില്ലായിരുന്നിടത്ത് യോഗ്യതയുണ്ട് എന്നങ്ങ് താനേ സങ്കല്പിച്ചിട്ട് സൗജന്യമായി, ഒരിക്കൽ കൂടി ഞാൻ ആ വാക്ക് ആവർത്തിക്കുന്നു, സൗജന്യമായി അവൻ നമ്മെ തൻ്റെ നീതിയിലേക്കും കൃപയിലേക്കും അടുപ്പിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. 5-ാം അധ്യായം അങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പാപത്തെ തൊടുകയാണ്. ആകയാൽ എന്ത്, സൗജന്യമായി നീതീകരിക്കപ്പെടുകയും കൃപയിലേക്ക് വരികയും ചെയ്ത നമുക്ക് പാപം ചെയ്യാമെന്നോ ഒരു നാളും അരുത്. ഞാൻ സംസാരിക്കുന്നത് സഭയോടാണ്, പബ്ലിക്കിനോടല്ല. പാപത്തോട് കോംപ്രമൈസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് സഭ പോലും ആയിക്കൊണ്ടിരിക്കുമ്പോൾ പാപത്തോട് കോംപ്രമൈസ് ചെയ്യാതിരിക്കുന്ന ഒരു കൂട്ടത്തെ പരിശുദ്ധാത്മാവ് തിരയുകയാണ്. ആമേൻ, 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 ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാ പരിശുദ്ധാത്മാവ് പാപത്തോട് കോംപ്രമൈസ് ചെയ്യാത്തൊരു തലമുറയെ തിരയുന്നത്? കാരണം അവസാന നാളുകളിൽ ദൈവം ലോകവ്യാപകമായി അയക്കാൻ ആഗ്രഹിക്കുന്ന അനേക ഉണർവുകളുടെ താക്കോൽ അവൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ശിശുക്കളുടെ കയ്യിലല്ല, വിശുദ്ധന്മാരുടെ കയ്യിലാണ്. ഞാൻ ആ വാക്കിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിൽ ഞാനൊരു പ്രവാചക ശബ്ദം പറയാം. കേരളക്കര അല്ലല്ല, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളെ ലോകവ്യാപകമായ ചില അവേക്കനിങ്ങുകളെ ലവ് ഫീസ്റ്റിനകത്തുകൂടെ കടത്തിവിടുവാൻ ദൈവത്തിനൊരു ആലോചനയുണ്ടെന്ന് ആത്മാവ് പ്രവചന ശബ്ദം സംസാരിക്കുകയാണ്. ഇതിനകത്തിരിക്കുന്ന മാലിന്യത്തോടകന്ന് നിൽക്കുന്ന ചിലരെ ദൈവം വിശുദ്ധിയുടെ ആയുധങ്ങളായി സ്വീകരിച്ചു. അത് നിങ്ങളോടുള്ള ദൂതാണ്, അത് നിങ്ങളോടുള്ള പ്രവാചക ശബ്ദമാണ്. നീതിക്ക് വേണ്ടി നിൽക്കുന്ന, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന നിങ്ങളുടെ കൈകളിലേക്ക് ദൈവം ചില ആയുധങ്ങളെ, ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാനുകളെ വെച്ചു തരികയാണ്. നിങ്ങൾ വേദപുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം മുതൽ അവസാനത്തെ അധ്യായം വരെ പരിശോധിച്ചാൽ ദൈവം വിളിക്കുമ്പോൾ യോഗ്യത നോക്കാറില്ല. ഒന്ന് പറഞ്ഞത്, ദൈവം വിളിക്കുമ്പോൾ യോഗ്യത നോക്കാറില്ല. എന്നാൽ ദൈവം തൻ്റെ ബിഗ്ഗസ്റ്റ് പ്രോജക്റ്റുകൾ കൊടുക്കുമ്പോൾ ദൈവം നോക്കുന്ന ഏക യോഗ്യത, ഇവൻ അനുസരണം തികഞ്ഞവനാണോ, ഇവൻ വിശുദ്ധനാണോ എന്നാ. അബ്രഹാമിനെ വിളിക്കുമ്പോൾ അബ്രഹാമിന്റെ യോഗ്യത ദൈവത്തിന്റെ കണ്ണിന് മുമ്പിലില്ല. എന്നാൽ വാഗ്ദത്തത്തിന്റെ കാലം വരുവോളം അവനിൽ അനുസരണത്തെ അവൻ തികച്ചു. ദൈവം നോഹയെ വിളിക്കുമ്പോൾ അവന്റെ യോഗ്യത ദൈവത്തിന്റെ മുമ്പിൽ ഒരു പ്രശ്നമേ അല്ല. എന്നാൽ വിളിച്ച നോഹയ്ക്കുടെ മേൽ വാഗ്ദത്തം കൊടുക്കുമ്പോൾ അവനെ നീതീകരിച്ചിട്ടാണ് വാഗ്ദത്തം കൊടുത്തത്. ആമേൻ, 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 ആമേൻ. ഇന്ന് രാത്രി വിളിക്കപ്പെട്ട ഒത്തിരി പേർ എറണാകുളത്തുണ്ടായിരിക്കാം. പക്ഷേ യോഗ്യതയുള്ള, തെരഞ്ഞെടുക്കപ്പെട്ട, ദൈവം ചിലതിനെ കൈമാറ്റം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു തലമുറയോടാണ് ഈ രാത്രി ആത്മാവിൽ ഞാൻ സംസാരിക്കുന്നത്. ഇന്ന് നീ നീതിക്ക് വേണ്ടി നിൽക്കുകയാണെങ്കിൽ, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുകയാണ് എങ്കിൽ, ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെടുകയാണെങ്കിൽ, അന്ത്യകാലത്തെ വലിയ ഉണർവുകളുടെ ചില താക്കോലുകൾ കർത്താവ് നിങ്ങളുടെ കയ്യിലേക്ക് വെച്ചു തരും. ഹല്ലേലൂയ. 6-ാം അധ്യായം ഇത് പറഞ്ഞിട്ട് 7-ാം അധ്യായം ഒരു ഉപമ പറയുകയാണ്. മരിച്ചുപോയ ഒരു ഭർത്താവിൻ്റെ നിയമത്തിനകത്ത് ഇനി ഭാര്യയ്ക്ക് നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് 8-ാം അധ്യായത്തിൽ ആത്മാവിലുള്ള പ്രമാണത്തിന്റെ സ്വാതന്ത്ര്യത്തെയും പറഞ്ഞുകൊണ്ട് 9-ാം അധ്യായത്തിൽ ഇത് സകലതും ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നവന്റെ മേൽ സൗജന്യമായി കണക്കിടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുവിശേഷത്തിന്റെ മുഴുവൻ ഘടന
9 അധ്യായങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ റോമിൽ എഴുതിയ ലേഖനത്തിൽ വിശദീകരിച്ചിരിക്കുക. എന്നിട്ട് പ്രായോഗികമായ ഉപദേശങ്ങൾ താൻ സംസാരിക്കാൻ തുടങ്ങുന്നു. 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ തിയറി ആയിരുന്നെങ്കിൽ 9 മുതൽ 16 വരെയുള്ള അധ്യായങ്ങൾ പ്രാക്ടിക്കലാണ്. ആമേൻ. 9-ാം അധ്യായം വരെ തിയറിയാ പറയുന്നത്. ദൈവമാണ് ഇത് ചെയ്തത്, ക്രൂശിൽ ദൈവം ഇത് ചെയ്തു, ദൈവം ഇങ്ങനെ കണക്കിടുകയാണ്, ദൈവം ഇങ്ങനെ ചെയ്യുകയാണ്. ഇത് മുഴുവൻ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, ദൈവത്തിന്റെ കാര്യമാണ്. എന്നാൽ 9-ാം അധ്യായം കഴിഞ്ഞിട്ട് 16-ാമത്തെ അധ്യായം വരെ പൗലോസ് പറയുന്നത് ദൈവത്തിന്റെ കാര്യമല്ല, നമ്മുടെ കാര്യമാണ്. നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കട്ടെ, കണ്ണുകൾ തുറക്കട്ടെ. ആ 16-ാമത്തെ അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ തൂലിക എഴുതി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എടുത്തു പറയുന്നൊരു വാക്ക്, വാക്യം 20, 16-20, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ, എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ, സൂൺ. എന്താ പറഞ്ഞേ? വേഗത്തിൽ. വേഗത്തിൽ എന്ന് എഴുതിയിട്ട് ഇന്നേക്ക് ഏകദേശം 2020ഓളം വർഷമാകുന്നു. ആമേൻ. പൗലോസ് അപ്പോസ്തലൻ വേഗത്തിലെന്ന് റോമിലെ സഭയ്ക്ക് കത്തെഴുതിയിട്ട് ഇന്നേക്ക് ഏകദേശം 2020 വർഷമാകുന്നു. പക്ഷെ ഇന്നു വരെ നമ്മുടെ കാൽ കീഴിൽ നമ്മുടെ എതിരാളിയായ ശത്രു ചതഞ്ഞിട്ടില്ല. ഞാൻ പറയുന്നത്, ഞാനത് ഒന്നുകൂടി ആവർത്തിച്ച് മുന്നോട്ട് പഠിപ്പിച്ചു മനസ്സും വരുമ്പോൾ നിങ്ങൾക്ക് കൃത്യമാകും. വേഗത്തിൽ സമാധാനത്തിന്റെ ദൈവമായ നമ്മുടെ പിതാവായ ദൈവം സാത്താനെ നമ്മുടെ കാൽ കീഴിൽ ചതച്ചു കളയും. ഇത് ദൈവം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമല്ല, മറിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ക്രൂശിൽ അവനെ തകർക്കുമെന്നല്ല, നിങ്ങൾ നിങ്ങളുടെ കാൽ കീഴിൽ അവനെ ചതച്ചു കളയും. നിങ്ങൾക്ക് ഇത് ആത്മാവ് വെളിപ്പെടുത്തിയാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സമാധാനത്തിന്റെ ദൈവം അതിന് നിങ്ങളെ സഹായിക്കും. ആകയാൽ നിങ്ങൾ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിൽ ചതച്ചു കളയും. ഒരുമിച്ച് ആ വാക്ക് എന്റെ കൂടെ ഒന്ന് പറഞ്ഞേ. ദൈവം എന്നെ സഹായിക്കും, ആകയാൽ സാത്താനെ ഞാൻ എന്റെ കാൽ കീഴിൽ ചതച്ചു കളയും. ഹല്ലേലൂയ. ചിലരുടെ ഉള്ളങ്ങളിലേക്കൊക്കെ വചനത്തിന്റെ ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നുണ്ട്. ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്യുമെന്നല്ല പറഞ്ഞത്, നാം നമ്മുടെ എതിരാളിയെ കാലുകൊണ്ട് ചതച്ചു കളയും. നാം നമ്മുടെ ശത്രുവിനെ കാലുകൊണ്ട് ചതച്ചു കളയും. നാം സാത്താനെ നമ്മുടെ കാലുകൊണ്ട് തന്നെ ചതച്ചു കളയും. ഞാൻ പറഞ്ഞു, ഇത് തിയറി അല്ല പറയുന്നത്, ഇത് പ്രാക്ടിക്കൽ വശമാണ് പറയുന്നത്. വേഗത്തിൽ അത് സംഭവിക്കുമെന്ന് പറഞ്ഞിട്ട് 2020 വർഷം കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും 2026 ഞാനൊരു പ്രവാചക ശബ്ദം പോലെ ചില കുടുംബങ്ങളോട് ആലോചനയായി പറയാം. ഇന്നലെ വരെ എഴുന്നേറ്റ് മുമ്പിൽ നിന്ന് എന്നെ ഭരിച്ചുകൊണ്ടിരുന്ന, ഇന്നലെ വരെ എനിക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് എന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന, ഇന്നലെ വരെ എൻ്റെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് എന്നെ വെല്ലുവിളിച്ചു കൊണ്ടിരുന്ന എൻ്റെ സകല ശത്രുക്കളെയും അവരുടെ പുറകിൽ നിൽക്കുന്ന ആത്മജീവിയായ സാത്താനെയും എൻ്റെ കാലുകൊണ്ട് മെതിക്കുന്ന വർഷമായി ഈ വർഷത്തെ പരിശുദ്ധാത്മാവ് ഷിഫ്റ്റ് ചെയ്യട്ടെ. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ ഒരു ദർശന കർത്താവിനെ കാണിക്കുകയാണ്. ഉയർന്നു നിൽക്കുന്ന എരിഹോവ് പോലെയുള്ള മലകൾ നിന്റെ കാൽ കീഴിൽ വീണുടയുന്ന മാസങ്ങൾ ഒരിക്കലും ഓവർകം ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ ചിലതിന് നിങ്ങളുടെ കാൽ കീഴിൽ വീണുടയുന്ന, എനിക്കറിയത്തില്ല, പക്ഷെ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി സംസാരിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന 4 കുടുംബങ്ങളുടെ മേൽ ഒരു ഡെസ്റ്റിനി ചേഞ്ച് ആകുന്നത് കർത്താവിനെ കാണിക്കുന്നു. ഡെസ്റ്റിനി ചേഞ്ച് ആകുകയാണ്. 23 പോലെ തന്നെയായിരുന്നു 24, 24 പോലെ തന്നെയായിരുന്നു 25. ഒരു മാറ്റവും എനിക്കുണ്ടാകുകയില്ല എന്ന് അകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്നോട് ആത്മാവിൽ നിന്ന് പ്രവചനാത്മാവിൽ സംസാരിക്കുന്നു. അല്ല, 26 നീ ചിലതിനെ വിഴുങ്ങുന്ന, 26 നീ ചിലതിനെ കാലുകൊണ്ട് മെതിക്കുന്ന. ഓ
26 ചില ജോലികൾ തുറക്കും. 26 ചില സൗഖ്യങ്ങൾ സംഭവിക്കും. ഈ ആണ്ടിൽ നീ ചിലതിന്റെ മേൽ ഭരണം നടത്തും. ഈ ആണ്ടിൽ നിന്റെ ശുശ്രൂഷയുടെ അൺലോക്കിംഗ് സംഭവിക്കും. ഈ ആണ്ടിൽ അഭിഷേകത്തിന്റെ പുതിയ മാൻഡിൽ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ പായിക്കും. ഓ, പിടിച്ചോ 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 പിടിച്ചോ. ഓ റബ ഹതറ ഹതറബായ. യെസ് 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 യെസ്. ആ ഷഹറ ഹതോലോറബഹായ. മതി മതി, സഹിച്ചത് മതി. ഇനി സഹിക്കാനുള്ള സമയമല്ല, അതിന്റെ മേൽ എഴുന്നേറ്റ് ജയിക്കാൻ. വാ ഓ ഓ റഹതല അദോർ മഹാസിയ ഖബായ. യെസ് 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 യെസ്. ആ യെസ് മഹാരോഹെ പെരേ ഖതായ ധരബ. വാഗ്ദത്തങ്ങൾ ഒത്തിരി ഇങ്ങനെ പെൻഡിങ് ആയി കിടപ്പുണ്ട്. അതൊരിക്കലും നടക്കുകയില്ല എന്ന് ശത്രു നിന്നോട് പറയുന്നു. എന്നാൽ ആത്മാവിൽ നിന്ന് നിന്നോട് ആലോചന പറയുന്നു. 26 നിന്റെ പ്രോമിസ് ലാൻഡിലേക്ക് കയറുന്ന അതിന് നിങ്ങൾ ചവിട്ടും, അതിന് നിങ്ങൾ ജയിക്കും. ഹല്ലേലൂയ ഹല്ലേലൂയ. നാം അതിനെ ജയിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. നാം അത് ജയിക്കണമെന്നത് ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതുകൊണ്ടാണ് പൗലോസ് എഴുതിയത്, വേഗത്തിൽ നിങ്ങൾ സാത്താനെ ചവിട്ടിക്കളയണം. ഹല്ലേലൂയ. റോമർക്ക് എഴുതിയ ലേഖനം 16:20 അടിസ്ഥാനത്തിൽ ആത്മീയ ജീവിതത്തെ ഒരു 3 തട്ടുകളായി ഞാനങ്ങ് തരംതിരിക്കുകയാണ്. പഠനാനുസൃതം ആത്മീയ ജീവിതത്തെ 3 തട്ടുകളായി ഞാൻ തരംതിരിക്കുന്നു. 1, കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ എന്ത് നടന്നു എന്നത് അറിയുന്ന ഇടം. ആദ്യത്തെ സ്റ്റേജ് നമ്പർ 1. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ലോക ചിന്തകളിൽ ജീവനിൽ നിന്നകന്ന്, എഫേസ്യർ ലേഖനത്തിലെ അതേ വാക്കുകൾ ആവർത്തിക്കുകയാണെങ്കിൽ, ജീവനിൽ നിന്നകന്ന് മനസ്സ് തഴമ്പിച്ചവർ ഒരിക്കൽ ഇത് അറിയുന്നു, യേശു കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നിട്ടുണ്ട്. അവനിൽ വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി ഇപ്പോൾ ജീവനെ കിട്ടുന്നു. ഈ വിശ്വാസത്താൽ ജീവനെ പ്രാപിക്കുന്നവന്റെ ഉള്ളിൽ ഒരൊറ്റ തിരിച്ചറിവ് മാത്രമേ ഉള്ളൂ, ക്രൂശിൽ യേശു എനിക്ക് വേണ്ടി മരിച്ചു. റൈറ്റ്? ഒറ്റ അറിവേ ഉള്ളൂ, യേശു ക്രൂശിൽ എനിക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് എനിക്ക് ജീവൻ കിട്ടി. എൻ്റെ പാപം നീക്കാൻ അവൻ മരിച്ചു, അതുകൊണ്ട് എനിക്ക് പാപക്ഷമ കിട്ടി. എൻ്റെ മരണം നീക്കാൻ അവൻ മരിച്ചു, അതുകൊണ്ട് എനിക്ക് ജീവൻ കിട്ടി. ഒന്നാമത്തെ അറിവ്, ശൈശവാവസ്ഥ. ഒന്നാമത്തെ അറിവ്, അത്രയും അറിഞ്ഞാൽ മതി അവൻ രക്ഷിക്കപ്പെടുവാനുള്ള ജ്ഞാനമായി. ആമേൻ ആമേൻ. രക്ഷ പ്രാപിക്കാൻ ഈ ഒന്നാമത്തെ ജ്ഞാനം മതി. ഇത് സ്റ്റേജ് നമ്പർ 1. എന്നാൽ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞ ഉടനെ അവന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വരുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് അവന് മറ്റൊരു വെളിപ്പാടിന്റെ താക്കോല് കൊണ്ട് കലവറ തുറന്നു കൊടുക്കും. അതിങ്ങനെയുള്ള വെളിപ്പാടായിരിക്കും. വെറുതെ ക്രിസ്തു ക്രൂശിൽ മരിക്കുക മാത്രമായിരുന്നില്ല, അവന്റെ മരണത്തിൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. ശ്രദ്ധിച്ചു കേൾക്കുക, ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. റോമർക്കെഴുതിയ ലേഖനം 16 20 വാക്യപ്രകാരം ഞാൻ ആത്മീയ ജീവിതത്തെ 3 സ്റ്റേജുകളായി തരംതിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ സ്റ്റേജ്, യേശു ക്രിസ്തു എന്തു ചെയ്തു എന്ന അറിവ്. അതറിയുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്നവന്റെ ഉള്ളിൽ ആത്മാവ് വരുന്നു, അതുകൊണ്ട് ആത്മാവ് അവന് മറ്റൊരു കാര്യം ബോധ്യമാക്കി കൊടുക്കും. വേദപുസ്തകം വായിക്കാൻ തുടങ്ങുമ്പോൾ മുഴുവൻ അവന്റെ ഉള്ളിൽ ഒരു ആശയം, ഒരു വെളിപ്പാട് പരിശുദ്ധാത്മാവ് പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ക്രിസ്തു കേവലം ഏകനായല്ല അവിടെ മരിച്ചത്, മറിച്ച് ക്രിസ്തുവിനോടുകൂടെ ഞാനും ഉണ്ടായിരുന്നു. എന്റെ പാപം അവൻ എടുക്കുകയായിരുന്നില്ല, പാപിയായ എന്നെ അവൻ ഉൾക്കൊള്ളുകയായിരുന്നു. ഒന്നാമത്തെ ലെവലിൽ നമ്മുടെ ചിന്ത, എന്റെ പാപം ഒരു പ്രൊഡക്റ്റ് പോലെ അവൻ എടുത്തു. ആമേൻ. എന്റെ കർച്ചീഫ് ഞാൻ പാസ്റ്റർക്ക് കൊടുക്കുന്നത് പോലെ എന്റെ എന്തോ ഒരു വസ്തുവിനെ ക്രിസ്തു എടുത്തു, അതുകൊണ്ട് എനിക്ക് മറ്റൊന്ന് കിട്ടി. ഇതാണ് ആദ്യത്തെ ധാരണ. എന്നാൽ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് അവൻ ഇറങ്ങിക്കഴിയുമ്പോൾ മറ്റൊരു വെളിപ്പാട് പരിശുദ്ധാത്മാവിന് കൊടുക്കുന്നു. എൻ്റെ ഒരു പാപം എന്ന പ്രൊഡക്റ്റിനെ അല്ല അവൻ എടുത്തത്, പാപിയായിരുന്ന എന്നെ തന്നെ അവൻ അവൻ്റെ കൂടെ സമന്വയിപ്പിച്ചിരിക്കുന്നു.
അതുകൊണ്ട് ക്രിസ്തുവിന്റെ മരണം ക്രൂശിൽ കാണുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ നിൽക്കുന്നവൻ മുഴുവൻ കരഞ്ഞുകൊണ്ട് പറയും, ഈ മരണം അവൻ്റേത് മാത്രമല്ല, ഈ മരണം എൻ്റേതാണ്. ഞാൻ അവന്റെ കൂടെ മരിച്ചു, ഞാൻ അവനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, എനിക്കുള്ളത് മുഴുവൻ അവനോടൊപ്പം ഞാൻ ക്രൂശിലേക്ക് പോയി. ക്രൂശിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനും അവനോടൊപ്പം ക്രൂശിൽ നിന്ന് ഇറങ്ങി. അരിമത്തയിലെ യോസേഫിന്റെ കല്ലറയിൽ യേശുവിന്റെ ശരീരം മറവ് ചെയ്തപ്പോൾ ഞാനും അവനോടുകൂടെ മറയ്ക്കപ്പെട്ടു. മൂന്നാമത്തെ നാളിൽ അവൻ മരണപാശങ്ങളെ അടിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാനും അവന്റെ കൂടെ ഉയർത്തെഴുന്നേറ്റു. അവൻ മഹിമയുടെ വലതുഭാഗത്ത് തേജസ്കരിക്കപ്പെട്ടവനായി ഇരിക്കുന്നത് കൊണ്ട് ഞാനും അവന്റെ കൂടെ ക്രിസ്തുവേശുവിനകത്ത്. ആമേൻ. ഇത് സ്റ്റേജ് നമ്പർ 2. ആദ്യം യേശു എനിക്ക് വേണ്ടി മരിച്ചു എന്നറിഞ്ഞു. 2, യേശുവിൽ എനിക്കെന്ത് സംഭവിച്ചു എന്നറിയാൻ തുടങ്ങി. ഹല്ലേലൂയ. നമുക്കറിയാം നിങ്ങളെല്ലാവരും ആ അറിവിൽ സമ്പന്നരാ. ആണോ അല്ലയോ? അയ്യോ അല്ലയോ? നമ്മൾ രണ്ടാമത്തെ ലെവലിലെ അറിവിൽ സമ്പന്നരാ. ഇൻ ക്രൈസ്റ്റ് റെവലേഷൻ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ടു, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ഉയർത്തെഴുന്നേറ്റു, ക്രിസ്തുവിനോട് കൂടെ തേജസ്കരിക്കപ്പെട്ടു, ക്രിസ്തുവിനെ പോലെ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവിന്റെ പ്രാർത്ഥനകളെ പിതാവ് കേൾക്കുന്നത് പോലെ എൻ്റെ പ്രാർത്ഥനകളെ പിതാവ് കേൾക്കുന്നു. ഞാനും പിതാവും തമ്മിൽ ഇനി അകൽച്ചയില്ല. നടുച്ചുവർ ഇടിക്കപ്പെട്ടിരിക്കുന്നു. അന്യരും പരദേശികളും എന്ന ആ ബൗണ്ടറി ബ്രേക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞങ്ങൾ യുണൈറ്റഡ് ആക്കപ്പെട്ടിരിക്കുന്നു, ഒന്നാക്കപ്പെട്ടിരിക്കുന്നു. ഇതെല്ലാം സ്റ്റേജ് നമ്പർ 2 റെവലേഷനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നാൽ നാം ഈ ഒരു രണ്ടാമത്തെ സ്റ്റേജിൽ എത്തിക്കഴിയുമ്പോൾ നമുക്ക് നിരന്തരമായൊരു യുദ്ധമുണ്ടാകും. എന്തുണ്ടാകും? യുദ്ധമുണ്ടാകും. ആ യുദ്ധം നമ്മുടെ തന്നെ പഴയ മനുഷ്യനോടും ഈ ലോകത്തോടും നാം കൈകാര്യം ചെയ്യുന്ന ആത്മമണ്ഡലങ്ങളിലെ ആത്മമേഖലകളിൽ നമുക്കെതിരിട്ട് നിൽക്കുന്ന പിശാചിനോടും നമുക്കൊരു വലിയ യുദ്ധം ഉണ്ടാകും. യുദ്ധം ആത്മീയ ജീവിതത്തിന്റെ വളർച്ചയ്ക്ക് അനിവാര്യമായ ഒരു കാര്യമാണ്. യുദ്ധം ചെയ്യാത്തവന് സ്വസ്ഥതയിൽ ഇരിക്കാൻ പറ്റത്തില്ല. ക്രിസ്തു എനിക്ക് സ്വസ്ഥത വരുത്തി. ശബത്തില ഞാൻ. അതെ, എന്തോ ചെയ്തിട്ടാ ശബത്ത്? യുദ്ധം ചെയ്യുന്നവനാണ് സ്വസ്ഥത അനുഭവിക്കുന്നത്. യുദ്ധം ചെയ്യുന്നവനാണ് അവനോട് കൂടെ വാഴുന്നത്. മൂന്നാമത്തെ സ്റ്റേജിലേക്ക് നിങ്ങൾ കയറുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. എത്ര പ്രാർത്ഥിച്ചിട്ടും പിതാവിന്റെ മഹിമയുടെ വലത്തുഭാഗത്താണ് ഞാൻ ഇരിക്കുന്നതെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്ന പലതും ഭൂമിയിൽ എൻ്റെ വീട്ടിൽ നടക്കുന്നില്ല. ഞാൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ടിരിക്കുകയാണെന്ന വെളിപ്പാട് എൻ്റെ അകത്തുണ്ടെങ്കിലും എൻ്റെ അവയവങ്ങളിൽ വാഴുന്ന പലതിനെയും ജയിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഞാൻ അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് പിതാവും ഞാനും ഒരുമിച്ചാണ് ഇരിക്കുന്നതെങ്കിലും പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. എന്തൊക്കെയോ എവിടെയൊക്കെയോ എന്നെ താഴേക്ക് വലിച്ചിടുന്നുണ്ട്. അവിടെ നിങ്ങൾ അതിൻ്റെ കാരണം തികഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, ഞാൻ പൂർണ്ണമായും പെർഫെക്റ്റ് ആയിട്ടില്ല. എന്തൊക്കെയോ ചിലതെനിക്കുണ്ട്. കുടഞ്ഞു കളയാൻ എന്തൊക്കെയോ എൻ്റെ കയ്യിലുണ്ട്. നീക്കിക്കളയാൻ എന്തൊക്കെയോ എന്നിൽ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. കുടഞ്ഞു കളയാനും കഴുകിക്കളയാനും മറുത്തു മാറ്റാനും ചിലതൊക്കെ എൻ്റെ മേൽ പതിഞ്ഞു കിടപ്പുണ്ടെന്നൊരു ബോധ്യം വരും. ഇന്ന് രാത്രി അങ്ങനെ ഒരു ബോധ്യം വന്നിട്ടില്ല എങ്കിൽ ഇതുവരെ ഈ രാത്രി തിരുവെഴുത്തിന്റെ സത്യം കേട്ടിട്ട് അങ്ങനെ ഒരു ബോധ്യം പ്രാപിച്ചോണം. ഞാൻ എപ്പോഴെങ്കിലും പൂർണ്ണനായി എന്നൊരു തോന്നലുണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ സാന്നിധ്യത്തിന്റെ ഒഴുക്ക് അവിടെ അവസാനിക്കും. എപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിനകത്തല്ല, ഞാൻ ആകാൻ പോകുന്നതേ ഉള്ളൂ, അവനെ പോലെ ആകാനുള്ള യാത്രയിലാണ്, പൂർണ്ണതയിലേക്ക് ഞാൻ ചുവട് വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ബോധ്യം നിങ്ങളുടെ ഉള്ളത്തിൽ ആഴത്തിൽ കിടക്കുന്നിടത്തോളം കൃപയുടെ സമൃദ്ധി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. സാന്നിധ്യത്തിന്റെ ഒഴുക്ക് നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരും. ദൈവ കൃപ നിങ്ങൾ എന്താണെന്ന് വാസ്തവമായി തിരിച്ചറിയാൻ തുടങ്ങും. അപ്പൊ ഈ മൂന്നാമത്തെ സ്റ്റേജിൽ പിതാവിനോട് അടുത്തിരിക്കുകയാണ്, സിംഹാസനത്തിൽ വലത്തുഭാഗത്തിരിക്കുകയാണ്, മരണത്തെ ജയിച്ചിരിക്കുകയാണ്. സത്യമായി ഞാൻ ചോദിക്കാം, ലിറ്ററലി ഓർ പ്രാക്ടിക്കലി നിങ്ങൾ മരണത്തെ ജയിച്ചോ? എല്ലാത്തെയും ജയിച്ചോ? സകലത്തെയും ഓവർകം ചെയ്തോ? ആൻസർ ഈസ് നോ. ആമേൻ. എന്നെക്കുറിച്ച് ഞാൻ വിശ്വസിക്കുന്നത് നല്ലൊരു ബൈബിൾ ടീച്ചർ എന്നാണ്.
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് നന്നായി ബോധ്യമായി എന്ന് ഞാൻ അനുമാനിക്കുന്നു. അങ്ങനെ ഉള്ളവർ രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ ഏറ്റവും സ്ട്രഗിൾ ചെയ്യുന്നൊരു ഏരിയ അവിടെയാണ്. എന്താ? ലെറ്റേഴ്സിലേക്ക് വന്നു, ലേഖനങ്ങളിലേക്ക് വന്നു, സുവിശേഷത്തിൻ്റെ സത്യത്തിൻ്റെ ആഴങ്ങൾ പഠിക്കാൻ തുടങ്ങി, ക്രിസ്തുവിലുള്ള എൻ്റെ സ്ഥാനം കണ്ടെത്താൻ തുടങ്ങി. പക്ഷെ സ്ഥാനം കണ്ടെത്തിയിട്ടും വചനം ഏറ്റു പറയാൻ തുടങ്ങിയിട്ടും ഡിക്ലെയർ ചെയ്യാൻ തുടങ്ങിയിട്ടും പ്രാക്ടിക്കൽ ലൈഫിൽ പല പ്രാക്ടീസുകൾ കൊണ്ടുവന്നിട്ടും എന്തൊക്കെയോ പലതിനെയും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അവിടെയാണ് നിങ്ങൾ മൂന്നാമത്തെ തലം അറിയേണ്ടത്. ഒന്ന്, യേശു എന്തു ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞു. യേശുവിൽ എനിക്കെന്ത് സംഭവിച്ചു എന്നും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി നിങ്ങൾ അറിയേണ്ട മൂന്നാമത്തതും പ്രധാനപ്പെട്ടതുമായ മറ്റൊരു സംഗതി, യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ നമ്മുടെ എതിരാളിയായ സാത്താൻ എന്ത് സംഭവിച്ചു എന്നൂടെ അറിയണം. ദൗർഭാഗ്യവശാൽ മജോറിറ്റി ഓഫ് ചർച്ചസ് ഇത്രയും പഠിപ്പിക്കും: ഇൻ ക്രൈസ്റ്റ് you are died, you are buried, you are resurrected, you have reign in life. ഇതൊക്കെ പഠിപ്പിക്കും, ഇൻ ക്രൈസ്റ്റ് വരെ പഠിപ്പിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ക്രിസ്തുവേശുവിലൂടെ സാത്താന് ക്രൂശിൽ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഒരു ഐഡിയ ഇല്ല. ശത്രുവിനെ കുറിച്ചൊരു ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർക്ക് ശരിയായ രീതിയിൽ യുദ്ധം ചെയ്യാൻ അറിയില്ല. ഹല്ലേലൂയ. ഞാനൊരു പ്രായോഗികമായൊരു കാര്യം പറയാം. ഏതെങ്കിലും ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തിന്റെ ആർമിയോട് യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യുന്ന പരിപാടി കയ്യെ കിട്ടുന്ന ആയുധം എടുത്തുകൊണ്ട് നേരെ വെടിവെക്കാൻ പോവുകയല്ല. അങ്ങനാണോ? അങ്ങനാണ് എന്ന് ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് അറിയാത്തത് കൊണ്ടാണ്. ഏതെങ്കിലും ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ ആദ്യം നടത്തുന്ന പരിപാടി വാർ ഫ്രണ്ടിലേക്ക് പോവുക എന്നുള്ളതല്ല, നേരെ ഹെഡ് ക്വാർട്ടേഴ്സിനകത്തേക്ക് പിൻവലിയുക. എന്തിനാ ഹെഡ് ക്വാർട്ടേഴ്സിനകത്ത് പിൻവലിയുന്നത്? അവിടെ വന്നിരുന്നിട്ട് ഞാൻ എതിർക്കാൻ പോകുന്ന ശത്രു രാജ്യത്തിന്റെ പ്രബലമായ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്, അവരുടെ കയ്യിൽ ഞങ്ങൾക്കില്ലാത്തതായിട്ടുള്ള വെപ്പൺസ് എന്തൊക്കെയാണ്, അവർ ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള യുദ്ധങ്ങളിൽ അവർ പിൻപറ്റിയിരിക്കുന്ന മോഡസ് ഓപ്പറാൻഡി എന്തൊക്കെയാണ്, അവർ ഏതൊക്കെ മേഖലകളിൽ സ്ട്രോങ് ആണ്, വീക്ക് ആണ്, ശത്രുവിനെ കുറിച്ചൊരു തറോ സ്റ്റഡി നടത്തിയിട്ട് ഹെഡ് ക്വാർട്ടേഴ്സിനകത്ത് നിൽക്കുന്ന പ്രധാന ലീഡേഴ്സ് ഒരുമിച്ചൊരു തീരുമാനമെടുക്കും. അടിക്കുവാണെങ്കിൽ അവന്റെ ഇന്ന വീക്ക് ഏരിയയിൽ അടിക്കണം. അവിടെ അടിക്കുമ്പോൾ തന്നെ ഓർത്തോണം, അവന്റെ സ്ട്രോങ് ഏരിയ അതാണ്, അവിടെ നിന്ന് അറ്റാക്ക് വരാനും സാധ്യതയുണ്ട്. ശത്രുവിന്റെ ബലവും ബലഹീനതയും നന്നായി മനസ്സിലാക്കുന്നിടത്ത് നിന്നാണ് യുദ്ധത്തിന്റെ തന്ത്രം ആരംഭിക്കുന്നത്. ഇന്ന് ഞാൻ സഭയോട് ആത്മാവിൽ ഒരു ആലോചന പറയാം. 2026 സാത്താന്യ രാജ്യത്തിന്റെ മുഴുവൻ സ്ട്രാറ്റജികളും അവൻ സഭയ്ക്കെതിരെ ഉണ്ടാക്കുമ്പോൾ ഇന്ന് രാത്രി ഹെഡ് ക്വാർട്ടേഴ്സിനകത്തിരുന്ന് ചിലതിനെ ഡീകോഡ് ചെയ്തെടുക്കുന്നുണ്ട്. അവന്റെ ബലഹീനതകളെയും അവന്റെ സ്രോതസ്സുകളെയും അവന്റെ തന്ത്രങ്ങളെയും പ്രാർത്ഥനയിൽ ഇവിടെ ഇരുന്ന് ആരാഞ്ഞറിഞ്ഞിട്ട് എഴുന്നേറ്റ് അവന്റെ ബലഹീനമായ ഏരിയകളിലേക്ക് അറ്റാക്ക് ചെയ്യാൻ. യുദ്ധത്തിന്റെ ആദ്യത്തെ പടി എന്നത് നോ യുവർ എനമി എന്നതാണ്. എന്താണ് നോ യുവർ എനമി? അവൻ ആരാന്നറിയണം, അവന്റെ തന്ത്രം എന്താണെന്നറിയണം, അവന്റെ ശക്തി കേന്ദ്രങ്ങൾ എന്താണെന്നറിയണം, അവന്റെ ഉറവിടങ്ങൾ എന്താണെന്നറിയണം, അവന്റെ ആയുധങ്ങളുടെ സംഭരണശേഷി എന്താണെന്നറിയണം. ഇതറിയാത്തിടത്തോളം കാലം നമ്മൾ വെറുതെ യുദ്ധത്തിനെന്ന് പറഞ്ഞ് ഇറങ്ങും, നല്ലതുപോലെ അടിയും മേടിച്ചുകൊണ്ട് തിരിച്ചു വരും. ആമേൻ. ആത്മീയ ജീവിതത്തിൽ സത്യസന്ധമായി നിങ്ങൾ പറഞ്ഞ അഭിനയമില്ലാതെ നിങ്ങളെ തന്നെ വിലയിരുത്തി നോക്കിയേ. എത്രയോ തവണ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും വചനം പറയുകയും ചെയ്തു, പക്ഷേ നിങ്ങൾക്കറിയില്ലായിരുന്നു പ്രോപ്പറായി അതിനെ കൈകാര്യം ചെയ്യാൻ. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നിങ്ങളെ എക്യുപ്പ് ചെയ്യുകയാണ്. ലൗഫീസിനെ പരിശുദ്ധാത്മാവ് എക്യുപ്പ് ചെയ്യുകയാണ്. ഒരു വലിയ സ്പിരിച്വൽ വാർഫെയറിന്റെ മാൻഡിൽ ഇന്ന് രാത്രി മുതൽ കർത്താവ് നിങ്ങളുടെ മേൽ തുറക്കുകയാണ്. യുദ്ധം ചെയ്ത് തളരാനല്ല, യുദ്ധത്തെ ജയിച്ചു കയറാൻ കഴിയേണ്ടതിന്, അവനെ കാൽ കീഴാക്കി മെതിച്ചു കളയാൻ കഴിയേണ്ടതിന് അസാധാരണമായ ഒരു ആത്മമണ്ഡലങ്ങളുടെ അറിവ് ഇന്ന് ഇതിനകത്ത് തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ തലച്ചോറിനകത്തേക്ക് കർത്താവ് തുറക്കുകയും അതിനു വേണ്ടുന്നൊരു അധികാരത്തെ നിങ്ങളുടെ കയ്യിലേക്ക് പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് റോമർക്കെഴുതിയ ലേഖനം 16-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യപ്രകാരം നാം ഇന്ന് ശത്രുവിന് ക്രൂശിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാൻ പോവുകയാണ്. ഹാഫ് ആൻ അവർ കഴിഞ്ഞു.
ഒരു 45 മിനിറ്റ്സിനുള്ളിൽ പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞിട്ട് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു വചനത്തിലേക്ക് വേഗത്തിൽ നിങ്ങളുടെ ചിന്ത ഞാൻ കൊണ്ടുവരികയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇത് ഞാൻ ചെയ്തതല്ല, ഇത് കർത്താവ് ചെയ്തതാണ്. ഇതെന്റെ വർക്കല്ല, ഇത് കർത്താവിന്റെ ജോലിയാണ്. കർത്താവ് ക്രൂശിൽ ചെയ്ത ഈ ജയോത്സവം ഇല്ലേ, കേൾക്കുന്നുണ്ടോ? കർത്താവ് ക്രൂശിൽ ചെയ്ത ഈ ജയോത്സവം ഇല്ലേ, അത് ഇന്ന് രാത്രി ഇതിനകത്ത് നിങ്ങൾ ചെയ്യണമെന്ന് ഹല്ലേലൂയ. ഇതിന്റെ ഫ്രം ദ ബിഗിനിങ് മുതൽ സംസാരിക്കാൻ പോയാൽ ഒത്തിരി മുന്നോട്ട് പോകണം. അതുകൊണ്ട് ഞാൻ ആ വചനത്തെ മാത്രം ഒന്ന് വ്യാഖ്യാനിച്ച് നീങ്ങാം. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. എന്താണ് വാഴ്ചകളും അധികാരങ്ങളും? പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസ്. ഒറ്റ വാക്കിൽ ഞാനത് ഡിഫൈൻ ചെയ്തിട്ട് നീങ്ങാം, കാരണം നമുക്ക് അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനില്ലാത്തത് കൊണ്ട്. ശത്രുവിൻ്റെ, പ്രത്യേകിച്ച് സാത്താൻ്റെ ആത്മസംവിധാനങ്ങളെ പറയാൻ വേദപുസ്തകം ഉപയോഗിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടേമാണ് പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റി, അല്ലെങ്കിൽ വാഴ്ചകളും അധികാരങ്ങളും. ശബ്ദമുയർത്തി എല്ലാവരും ഒന്ന് പറഞ്ഞേ, വാഴ്ചകളും അധികാരങ്ങളും. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഞാൻ ഈ പറഞ്ഞതിന് തെളിവുണ്ട്. കാരണം പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നമുക്ക് പോരാട്ടമുള്ളത് ജഡത്തോടോ രക്തത്തോടോ കൂടിയിരിക്കുന്ന മനുഷ്യരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അധികാരത്തിന്റെ ലോകാധിപതികളോടും സ്വലോകങ്ങളിലെ ദുഷ്ടാത്മ സേനയോടും അത്രേ. എന്താണ് അപ്പൊ വാഴ്ചകളും അധികാരങ്ങളും? ദ കിങ്ഡം ഓഫ് ഡാർക്ക്നെസ്. ഒറ്റ വാക്യം അങ്ങ് പറയാം. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതും എന്നാൽ ഈ ഭൂമിയിൽ ശക്തമായ സ്വാധീനങ്ങൾ ചെലുത്തുന്നതും നമുക്കിടയിൽ തന്നെ അരൂപികളും അദൃശ്യരുമായി നടക്കുകയും ദൃശ്യലോകത്തിലുള്ള സകലത്തെയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന 2 രാജ്യ സംവിധാനങ്ങൾ 2026 ഈ ജനുവരി മാസം 16-ാം തീയതി ഇതിനകത്തുണ്ട്. നിങ്ങൾ അത് എപ്പോഴെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ആമേൻ. അതെങ്ങനെയാ പാസ്സായി? ഞങ്ങൾ കൂടെ നടക്കുന്ന കർത്താവിനെ പോലും കണ്ടിട്ടില്ല, പിന്നെയല്ലേ കൂടെ നടക്കുന്ന ഭൂതങ്ങളെ കാണുന്നത്. എന്നാൽ ഇന്ന് രാത്രി ഒന്ന് ശ്രദ്ധിച്ചോ, നിങ്ങൾക്കത് കാണാനുള്ളൊരു കാഴ്ച കർത്താവ് തരട്ടെ. ആമേൻ. നാം ജീവിക്കുന്നത് എറണാകുളത്തെ പാലാരിവട്ടത്തെ സഭയ്ക്കകത്തുള്ള ഈ ചുറ്റുപാടിനകത്തല്ല. നാം എല്ലാവരും ഇതിനകത്ത് ഇരിക്കുമ്പോൾ ഇവിടെ നമുക്ക് അദൃശ്യമായ 2 രാജ്യ സംവിധാനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഒരാത്മീയന് നല്ല ധാരണ വേണം. ഏതൊക്കെയാണ് 2 രാജ്യ സംവിധാനങ്ങൾ? ഒന്ന്, എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ ഇന്ന് ഈ ഹോളിനകത്ത് നടക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ദൈവത്തിന്റെ ബലവും ശക്തിയുമുള്ള ദൂതന്മാർ എനിക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അവരെ ഗാർഡിയൻ ഏഞ്ചൽസ് എന്ന് വിളിക്കാം, അവരെ അപ്പോയിന്റഡ് ഏഞ്ചൽസ് എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിലും വിളിക്കാം. അത് ദൂതന്മാരെ കുറിച്ചുള്ള ഒരു തലമാണ്, അങ്ങോട്ട് നമ്മൾ കടക്കുന്നില്ല. ഒരു കാര്യം നിങ്ങൾ അറിയാം, നിങ്ങളുടെ കൂടെ എപ്പോഴും നിങ്ങളെ സഹായിക്കാൻ ദൈവത്തിന്റെ ധാരാളം ദൂതന്മാരുണ്ട്. നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൂതന്മാരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനകളെ പ്രിസർവ് ചെയ്യാൻ ദൂതന്മാരുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ ദൈവദൂതന്മാരുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്ന ശക്തന്മാരായ ദൂതന്മാരെ ദൈവം ഓരോ വ്യക്തികൾക്കും വീണ്ടും ജനിച്ച ആ നാഴിക മുതൽ ദൈവരാജ്യത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ ദൈവദൂതന്മാരുണ്ട്. ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. നിങ്ങൾ കണ്ടില്ലെങ്കിലും, നിങ്ങൾ റിയലൈസ് ചെയ്തില്ലെങ്കിലും, നിങ്ങൾ ആ ദൂതനോടൊരു കമാൻഡ് കൊടുത്തിട്ടില്ല എങ്കിലും, നിങ്ങൾ ദൂതനായി ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല എങ്കിലും, നോ ദിസ് ട്രൂത്ത്, നിങ്ങളുടെ കൂടെ ദൈവത്തിന്റെ ദൂതന്മാർ നടക്കുന്നുണ്ട്. ദൈവരാജ്യത്തിലെ എല്ലാ പൗരന്മാരെയും സംരക്ഷിക്കുവാനും അവരെ കെയർടേക്ക് ചെയ്യുന്നതിനു വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ ഉള്ളതുപോലെ ദൈവരാജ്യത്തിലെ വ്യക്തികളെ മാത്രം അറ്റാക്ക് ചെയ്യാൻ, ആമേൻ, ദൈവരാജ്യത്തിലുള്ളവരെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന ഇരുട്ടിന്റെ ഭൂതങ്ങളും നമ്മെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടെന്ന് നന്നായി അറിയുക. ഓ ആമേൻ, ആമേൻ. ഞാൻ പറഞ്ഞു, ഇതൊരു സ്പിരിച്വൽ ട്രൂത്ത് ആണ്.
എത്ര പേർക്ക് ഇത് നന്നായി ഗ്രഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നിങ്ങൾ ഇത് അറിഞ്ഞേ പറ്റുള്ളൂ. ഇതാ സത്യം. ഹല്ലേലൂയ. നിങ്ങളിത് അറിഞ്ഞില്ല എന്ന് വരികിൽ നിങ്ങൾക്ക് എപ്പോഴും വ്യക്തികളോട് വിദ്വേഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. എൻ്റെ പാസ്റ്റർ, എന്നെ ഒരുത്തൻ എൻ്റെ ഏതെങ്കിലും ഒരു ആശയത്തെ അല്ലെങ്കിൽ ഒരു വെളിപ്പാടിനെ എടുത്തൊരു ട്രോൾ ഉണ്ടാക്കി യൂട്യൂബിലിട്ടു. എൻ്റെ ഉള്ളിൽ ആദ്യം വരുന്നത് ആ വ്യക്തിയോട് എന്തുണ്ടാകും? ഒരു കയ്പുണ്ടാകും, ഒരു പ്രശ്നം ഉണ്ടാവും, ഒരു ദേഷ്യം ഉണ്ടാവും. എന്തില്ല? എനിക്ക് അറിവില്ല. എന്തിനെ കുറിച്ചുള്ള അറിവില്ല. എടാ, ഇവനല്ല, ജഡരക്തങ്ങളല്ല എൻ്റെ എതിരാളികൾ. അവന്റെ സ്കില്ലിനെയും അവന്റെ ബുദ്ധിയെയും അവന്റെ വിചാരങ്ങളെയും അവന്റെ കൈയെയും എന്തിനവന്റെ ലാപ്ടോപ്പിനെയും മൊബൈൽ ഫോണിനെയും വരെ എനിക്കെതിരെ ഉപയോഗിക്കുന്ന അദൃശ്യനായ ഒരു ദുരാത്മാവ് അവന്റെ അകത്ത് കയറി. അതുകൊണ്ട് അവൻ എനിക്കെതിരെ നിന്നു. ഇന്ന് രാത്രി സഭ നന്നായി അറിഞ്ഞോ, എതിരെ നിൽക്കുന്നവനെ അല്ല നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത്, എതിരെ നിൽക്കുന്നവന്റെ പുറകിൽ നിൽക്കുന്നവനെ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി അടിക്കേണ്ടത് എവിടെയാണ്? കേസ് കൊടുക്കുന്ന ആ അച്ചായനെതിരെ കേസല്ല കൊടുക്കേണ്ടത്, കേസ് കൊടുക്കാൻ അവനെ ഉപയോഗിച്ചവന്റെ പുറകിൽ നിൽക്കുന്നവനെ. ഇല്ല, പിടികിട്ടിയില്ല. ഓഫീസിൽ നിങ്ങളെ എപ്പോഴും വെർബൽ അബ്യൂസ് ചെയ്യുന്ന ബോസിനെതിരെയല്ല നിങ്ങളുടെ പോരാട്ടം, അവന്റെ വായിലൂടെ ഞങ്ങളെ അബ്യൂസ് ചെയ്യുന്ന ആ സ്പിരിറ്റ് ഓഫ് അബ്യൂസിനെ. പിടിച്ചോ. നിങ്ങളുടെ തലമുറകളെ, നിങ്ങളുടെ ഭാര്യയെ, നിങ്ങളുടെ ഭർത്താവിനെ, നിങ്ങളുടെ സമ്പത്തിനെ, അങ്ങനെ ദൈവരാജ്യത്തിലെ മക്കളുടെ എല്ലാ മേഖലകളെയും ടാർഗറ്റ് ചെയ്യുന്ന അദൃശ്യമായ ഒരു ആത്മമണ്ഡലം ഉണ്ടെന്ന് ലവ് ഫീസ്റ്റ് ഇന്ന് രാത്രി നന്നായി അറിയുകയാണ്. ആമേൻ. ഇത് അറിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ യുദ്ധത്തിന്റെ ഫോർമാറ്റ് മാറും. ആരെന്തോ പറഞ്ഞാലും, ആര് കമന്റ് ഇട്ടാലും, ആര് തെറി വിളിച്ചാലും, ആരെന്തൊക്കെ എതിരായി നിന്നാലും ഒരു കാര്യം ഞങ്ങൾക്കറിയാം, ഞാൻ എതിർക്കുന്നത് മനുഷ്യരോടല്ല, ജഡരക്തങ്ങളോടല്ല, അവന്റെ പുറകിൽ നിൽക്കുന്ന അദൃശ്യമായ ഒരു ആത്മമണ്ഡലത്തോടാണ്. ആമേൻ. അപ്പൊ എന്റെ പോരാട്ടം ആരോടാ? പെട്ടെന്ന് പറഞ്ഞേ. അദൃശ്യമണ്ഡലങ്ങളോടാണ്. ആ ബൈബിൾ വാക്ക് നമ്മൾ ആവർത്തിച്ച നമ്മൾ ഏതാണ്ട് ഒരു തിയറി പഠിക്കുന്ന പോലെ ഇങ്ങനെ ഒന്ന് മാറ്റി പറഞ്ഞ ആത്മജീവികളോടാണ്, ഭൂതങ്ങളോടാണ്. അല്ല, ഞാൻ പഠിച്ചെടുത്തിരിക്കുന്ന ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും വെച്ചിട്ട് എനിക്ക് ഈ ഭൂമിയിൽ പിണ്ഡമില്ലാതെ നടക്കുന്ന, മാസില്ലാതെ ജീവിക്കുന്ന ആത്മജീവികളെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും? ആത്മജീവികളെ എനിക്ക് കൈകാര്യം ചെയ്യണമെങ്കിൽ എനിക്ക് ആത്മീയമായ അറിവ് വേണം, ആത്മീകമായ അധികാരം വേണം. ആമേൻ. നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ സങ്കല്പിച്ച് നോക്കിയാൽ നിങ്ങളുടെ പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ നമ്മുടെ ആരാധനയുടെ നടുവിൽ ഏതെങ്കിലും ഒരു ഭൂതം, ഞാൻ പറയുന്നത് പൊസഷൻ സ്റ്റേജിൽ നിന്ന് മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതല്ല, ലിറ്ററലി ഒരു ഡീമൺ നിങ്ങളുടെ നടുവിൽ വരികയാണ്, ഒരു ദുരാത്മാവ് വരികയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ആശയം പറഞ്ഞാൽ അത് അവനെ ഒന്നും ബാധിക്കുന്ന കാര്യമല്ല. അവനെ കൈകാര്യം ചെയ്യാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് ആത്മീകമായ ചിലത് കൈവശം വേണം. ഇല്ല, എല്ലാവരുടെ ഉള്ളങ്ങളെ അത് കത്തിയിട്ടില്ല. നമ്മൾ ഇന്നലെ വരെ സഭയിലെ ഭിന്നത പരിഹരിക്കാൻ കമ്മിറ്റി വിളിച്ച ശീലം. എടാ, ഭിന്നത ഉണ്ടാക്കുന്ന ദുരാത്മാവിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കേ. മത്സരമുണ്ടാക്കുന്ന വ്യക്തികളെ പിടിച്ചിരുത്തി കൗൺസിലിംഗ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എടാ, കൗൺസിലിംഗ് അല്ല ചെയ്യേണ്ടത്. അവന്റെ ഉള്ളിലെ ഓഫൻസ് കൊണ്ടുവന്ന ദുരാത്മാവിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ. കേട്ടില്ല. Can I go deeper? എന്നോട് ഉണ്ടെങ്കിൽ ഞാൻ ഇച്ചുകൂടെ ആഴത്തിലോട്ട് പോകാം, ഇച്ചുകൂടെ ആഴത്തിലേക്ക് പോകാം. മോഹം ജനിക്കുന്ന കണ്ണിനെയും പാപം പ്രവർത്തിക്കുന്ന നാവിനെയും നിയന്ത്രിക്കുന്നതിന് പകരം പാപത്തിന്റെ ശക്തിയായ ദുരാത്മാവിനെ അറസ്റ്റ് ചെയ്യാൻ നീ പഠിച്ചാൽ. പക്ഷെ എത്ര ശ്രമിച്ചിട്ട് എൻ്റെ കണ്ണ് ശരിയാകുന്നില്ല, എൻ്റെ കൈ ശരിയാകുന്നില്ല, എൻ്റെ തോട്ട് പാറ്റേൺ അങ്ങോട്ട് റിന്യൂഡ് ആകുന്നില്ല. എടാ, നീ നിന്നെ നോക്കി അക്യൂസ് ചെയ്യാതെ നിന്നെ ടെംപ്റ്റ് ചെയ്യുന്ന അദൃശ്യ ലോകത്തിലെ ആത്മമണ്ഡലങ്ങളിലെ ആ ദുരാത്മാക്കളെ അറസ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ. ഓവർകമ്മിങ് ലൈഫ് ഈസ് an easy task. ഇന്ന് സാത്താൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ചിലത് നിങ്ങളുടെ തലയിലോട്ട് കർത്താവ് അയച്ചു തരികയാണ്. ഞാൻ ഒരു നാൾ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു, കർത്താവേ, എൻ്റെ കണ്ണിലെ ലെസ്റ്റ്, എൻ്റെ ഹൃദയത്തിലെ ഫിൽത്തി തിങ്കിങ്, എൻ്റെ ശരീരത്തിലെ പല കൊള്ളരുതായ്മകൾ
ഞാൻ എന്നെ തന്നെ അക്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു ദിവസം കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ, നിനക്കൊരു ശരീരമുണ്ടെങ്കിൽ അത് എൻ്റെ മന്ദിരമാണ്, അത് നിനക്കൊരു ബേർഡൻ അല്ല. ഒരു മോർട്ടൽ ബോഡി എനിക്കുള്ളത്, അത് എനിക്കൊരു ബേർഡൻ അല്ല, അത് ദൈവത്തിന്റെ മന്ദിരമാണ്. എന്നിട്ട് കർത്താവ് എന്നോട് പറഞ്ഞു, നീ നിന്റെ ശരീരത്തെ അല്ല അബ്യൂസ് ചെയ്യേണ്ടത്, നീ നിന്നെ തന്നെയല്ല കുറ്റപ്പെടുത്തേണ്ടത്, നിന്റെ കണ്ണുകളുടെ മുകളിൽ ക്ലെയിം വയ്ക്കുന്ന അദൃശ്യമായ പാപത്തിന്റെ ദുരാത്മാക്കളെ. നമ്മുടെ വീടുകൾക്കകത്ത് സാമ്പത്തിക പ്രതിസന്ധികളെ കൊണ്ടുവരുമ്പോൾ, പ്രതിസന്ധികൾക്കെതിരെ നമ്മൾ വട്ടത്തിൽ വളഞ്ഞിരുന്ന ഒരു ഫിനാൻഷ്യൽ സിസ്റ്റം അല്ല ഉണ്ടാക്കേണ്ടത്. സകലതും സമൃദ്ധിയായി അനുഭവിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ വചനത്തെ എടുത്തിട്ട് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദാരിദ്ര്യത്തെ കൊണ്ടുവരുന്ന അദൃശ്യന്റെ ആയ ദുരാത്മാവിനെ അറസ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ, രോഗം വരുമ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നതിന് മുമ്പേ നിന്റെ ശരീരത്തെ രോഗിയാക്കാൻ ശ്രമിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയെ അറസ്റ്റ് ചെയ്യാൻ പഠിച്ചാൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഒരു ന്യൂട്രൽ ലെവലിൽ പോകുന്ന ക്രിസ്തീയ ജീവിതമല്ല, എഴുന്നേറ്റ് ശത്രുവിനെതിരെ നിൽക്കുന്ന കരുത്തും ധൈര്യമുള്ള വീരന്മാരെ പോലെ ചിലരെ ഈ രാത്രി പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്ത് അവസാന നാളുകളിൽ ശക്തമേറിയ വിടുതലിന്റെ ശുശ്രൂഷകൾക്കായി ദൈവം എഴുന്നേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ദയവായി നിങ്ങൾ ഇത്രമാത്രം അറിയുക, ദൈവരാജ്യത്തിലുള്ള എൻ്റെ ഒരു വശത്ത് ദൈവദൂതന്മാരും പരിശുദ്ധാത്മാവും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവും ഒക്കെ എന്നെ സഹായിക്കാൻ നടക്കുന്നുണ്ട്. അതുപോലെ മറുവശത്ത് വീണുപോയ കെരൂബിന്റെ കിങ്കരന്മാരും അവന്റെ സൈന്യവുമായ ഭൂതങ്ങൾ, ദുരാത്മാക്കളും അങ്ങനെ തന്നെ എന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. രണ്ട് ആത്മലോകങ്ങളുടെ നടുവിൽ ഒരു ഭൗതിക ശരീരത്തോടു കൂടി ഞാൻ ജീവിക്കുക. രണ്ട് സ്പിരിറ്റ് വേൾഡുകളുടെ നടുവിൽ ഒരു മോർട്ടൽ ബോഡിയുമായി ഞാൻ ജീവിക്കുകയാണ്. ദൈവം എന്നിട്ട് എന്നോട് പറഞ്ഞു, അവിടെ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ട്, ഇവിടെ ഒരു ഗോൾ പോസ്റ്റ് ഉണ്ട്, നിന്റെ കയ്യിൽ ഒരു ബോളും ഉണ്ട്. നിനക്ക് ഏത് ടീമിൽ നിന്ന് വേണേലും കളിക്കാം. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് അവന്റെ വലയ്ക്കകത്തോട്ട് അടിക്കാം. അങ്ങനെ അടിച്ചാൽ നിന്റെ പേര് ആത്മീയൻ. അങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് നിനക്ക് എനിക്കെതിരെ അടിക്കാം. അങ്ങനെ പറഞ്ഞാൽ നിന്റെ പേര് ജഡികൻ. ഇത് എല്ലാ ദിവസവും നടക്കുന്ന കളിയാ. രാവിലെ എഴുന്നേറ്റാൽ നീ സാത്താന്റെ വാക്ക് കേട്ടിട്ട് ദൈവത്തെ സംശയിക്കും. 2 മണിക്കൂർ കഴിഞ്ഞ് യൂട്യൂബിൽ ഒരു ഷോർട്ട് മെസ്സേജും ഒരു റീലും കാണുമ്പോൾ നീ അത് കൺഫസ് ചെയ്തിട്ട് തിരികെ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നിട്ട് സാത്താനെതിരെ നിൽക്കും. സാത്താൻ പറയും, കളിച്ചോ. 5 വർഷം കഴിഞ്ഞാലും അവിടെയും ഇവിടെയും നിൽക്കുന്നതല്ലാതെ ഒരിടത്ത് ഉറച്ചു നിൽക്കാൻ നിനക്ക് പറ്റത്തില്ലെന്ന് സാത്താന് നന്നായി അറിയാം. എന്തുകൊണ്ട് അവന് നന്നായി അറിയാം? കാരണം നിനക്കറിയില്ല നീ അവനെ കാലുകൊണ്ട് മെതിക്കാൻ പോവുകയാണെന്ന്. അപ്പൊ ദൈവരാജ്യത്തിൽ നടക്കുന്ന ഒരുവന്റെ കൂടെ 2 രാജ്യ സംവിധാനങ്ങളുണ്ട്, 2 അദൃശ്യ ലോകങ്ങളുണ്ട്, ഒരു കൂട്ടം ഭൂതങ്ങളുമുണ്ട്, ദൈവദൂതന്മാരുമുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഉള്ള അനുമാനത്തിൽ ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈ വസ്തുതയാണ് വാഴ്ചകളും അധികാരങ്ങളും എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് എഫേസ്യർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വിശദീകരിക്കുന്നത്. അപ്പൊ നമുക്ക് പോരാട്ടമുള്ളത് ജഡത്തിലും രക്തത്തിലും ഉള്ളവരോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും. See the word? This, അങ്ങനെ എഴുതിയിരിക്കുന്നത്, this darkness, ഈ അന്ധകാരം. അപ്പൊ അത് എവിടെയെങ്കിലും ഉള്ളതാണോ? ഞാനിപ്പോ പറയാണ്, ദിസ് കർച്ചീഫ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? ഇതേ പുറകിലിരിക്കുന്ന കർച്ചീഫ് എന്നാണോ? തൊട്ടടുത്ത് എലൈവായി, ലൈവായി മുമ്പിലുള്ളത്. പൗലോസ് എഫെസോസിലെ സഭയോട് പറയുകയാണ്, നിങ്ങൾ ആരോടെ എതിർക്കേണ്ടിയത്? അങ്ങേ അപ്പുറത്തിരിക്കുന്ന ഏതെങ്കിലും കാണിക്ക വഞ്ചിയോടല്ല, ഏതെങ്കിലും ഒരു ശ്മശാനത്തിനകത്തല്ല, നിങ്ങളുടെ വീടിനകത്ത്, നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ ബസ്സിനകത്ത്, നിങ്ങളുടെ ഓഫീസിനകത്ത്, നിങ്ങളുടെ ടോയ്ലറ്റിനകത്ത്, നിങ്ങൾ എവിടെയാണോ അവിടെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നതിനെയാണ് നിങ്ങൾ ഡീൽ ചെയ്യേണ്ടത്.
ഞാൻ ഒരു പടി കൂടെ കയറി പറയാം. നിങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചർച്ചിനകത്ത് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നതിനെ നിങ്ങൾ ഡീൽ ചെയ്യണം. ആമേ. നിങ്ങൾ ആരും ചിന്തിക്കരുത് ഇവിടെ ആത്മസാന്നിധ്യം നിറഞ്ഞൊഴുകുന്നത് കൊണ്ട് നിങ്ങളെ ടെംപ്റ്റ് ചെയ്യാൻ ഒരു ഭൂതങ്ങളും ഇതിനകത്തില്ല എന്ന്. ഞാൻ ഒരു കാര്യം പറയാം, ആത്മാവ് പുക പോലെ ഇവിടെ വെളിപ്പെട്ട് നിന്നാലും നിന്റെ അകത്ത് യൂദായുടെ അകത്ത് കയറിയവൻ അതുപോലെ ഇലയുവാ. സത്യം ഒന്ന് അറിഞ്ഞിട്ട് രാമൻ പറ. അവന്റെ വാക്കിന് മുമ്പിൽ ഭൂതങ്ങൾ അലറുമായിരുന്നു. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ അശുദ്ധാത്മാക്കൾ വിട്ടുപോകുമായിരുന്നു. അക്കരെ നടക്കുന്നവൻ 6000 ഭൂതമുള്ളവനാണെങ്കിലും യേശു പടയിൽ നിന്ന് കാലെടുത്ത് വെക്കുമ്പോൾ നിലവിളിച്ചുകൊണ്ട് അടുത്ത് വരുമായിരുന്നു. അത്രയും ശക്തമായ ഒരു അഭിഷേകം യേശുവിന്റെ മേലുണ്ടായിരുന്നിട്ടും പെസഹായുടെ രാത്രിയിൽ അപ്പം നുറുക്കി മുക്കി കഴിക്കുന്നതിന്റെ ഇടയിൽ എത്ര മീറ്റർ ഗ്യാപ്പ് കാണും പാസ്റ്ററെ? എത്ര മീറ്റർ ഗ്യാപ്പ് കാണും യേശുവും യൂദായും തമ്മിൽ? അത്രയും ചെറിയ ഗ്യാപ്പിനകത്ത് അവന്റെ അകത്ത് അവൻ കയറിയെങ്കിൽ, ആമേൻ, ആമേൻ, ആമേൻ. ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും നമുക്കൊരു വാറുണ്ട്. നമ്മൾ അതിനെ കീഴ്പ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഞാൻ അവിടെ നിന്ന് അത് പറഞ്ഞിട്ട് വേഗത്തിൽ അങ്ങ് മുന്നോട്ട് നീങ്ങുകയാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും കൊലോസ്യർക്കെതിരെ ലേഖനം 2:15 തന്നെ തിരികെ വരാം. ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. എവിടെ മുതലാണ് അത് ആരംഭിച്ചത്, എന്താണ് അതിന്റെ മോഡസ് ഓപ്പറാൻഡി ഒന്നൊന്നും പറയുന്നില്ല. മുന്നോട്ട് പോകുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ഒരുമിച്ച് പറഞ്ഞ ആയുധവർഗം വെപ്പിച്ചു. അപ്പോൾ അവന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ആയുധങ്ങൾ ഉണ്ടായിരുന്നു, വെപ്പൺസ് ഉണ്ടായിരുന്നു. ആ മുഴുവൻ ആയുധങ്ങളെയും യേശു ക്രൂശിൽ വെപ്പിച്ചു എന്ന് ദൈവവചനം നമ്മോട് അടിവരയിട്ട് പറയുക. ആമേൻ പറഞ്ഞില്ല. അങ്ങനെ പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ക്രൂശിന് ശേഷം അവന്റെ കയ്യിൽ ഒരായുധങ്ങളുമില്ല. ഓ വേണ്ടിയില്ല. പൗലോസ് അപ്പോസ്തലൻ ദൈവവചനത്തിൽ ആഴമായി പറയുന്നു, ക്രൂശിൽ വെച്ച് അവന്റെ ആയുധവർഗം വെപ്പിച്ചു. അപ്പൊ ക്രൂശ് വരെ അവന്റെ കയ്യിൽ എന്തുണ്ടായിരുന്നു? ആയുധങ്ങൾ ഉണ്ടായിരുന്നു. അവന്റെ എല്ലാ എക്യുപ്മെന്റ്സും അവന്റെ എല്ലാ ആയുധങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് വളരെ അനിവാര്യമാണെങ്കിൽ പോലും 1-2 ആയുധങ്ങളെ മാത്രം ഞാൻ പറഞ്ഞു തരാം. എന്നിട്ട് നമ്മൾ മുന്നോട്ട് നീങ്ങണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ദൈവം മനുഷ്യനെ നിർമ്മിച്ചിട്ട് മനുഷ്യന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി. എന്നിട്ട് അവനെ ഏദന്റെ അകത്ത് പാർക്കുന്നതിനും വാഴുന്നതിനും വേണ്ടിയാക്കി വെച്ചു. ദൈവം ഒരിക്കൽ പോലും ആ അധ്യായങ്ങൾക്കിടയിൽ പറയാത്ത ഒരു വാക്കുണ്ട്, മരണം. ഒന്നുറക്കെ പറഞ്ഞേ, മരണം, സെപ്പറേഷൻ. ഇതൊരിക്കലും ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല, ദൈവം നിർമ്മിച്ച കാര്യവുമല്ല. ദൈവം നിർമ്മിച്ചത് ജീവനാണ്, യൂണിറ്റിയാണ്, പറ്റിച്ചേരലാണ്. ആമേൻ. ആദാമിനെ സൃഷ്ടിച്ചിട്ട് ആദാമിന്റെ മൂക്കിനകത്ത് ജീവശ്വാസം ഊതിയിട്ട് ദൈവവും ആദാമും തമ്മിൽ പറ്റിച്ചേർന്നു. ജീവൻ. എല്ലാരും പറഞ്ഞു എന്താ? ജീവൻ, പറ്റിച്ചേരുക. ഹവ്വായെ അവന്റെ തന്നെ വാരിയിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ട് ദൈവം പറഞ്ഞു, നിങ്ങൾ ഒരുമിച്ച് ജീവിക്കും, പറ്റിച്ചേരും, യുണൈറ്റഡ്. ആമേൻ, ആമേൻ. ചേരുന്നിടത്താണ് ജീവൻ, പിരിയുന്നിടത്ത് മരണമാണ്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവം ആദാമിനെ നിർമ്മിച്ചിട്ട് ഉടനെ ആദാമിനോട് പറഞ്ഞത്, ചേരും. ഞാനും നീയും ചേർന്നിട്ടുണ്ട്, നീയും ഹവ്വായും ചേർന്നിട്ടുണ്ട്. നിങ്ങൾ ഒരുമിച്ച് നിന്ന് ഭൂമിയിൽ മുഴുവൻ വാഴും. ചേരുന്നിടത്ത് ജീവൻ, ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ വാഴ്ച. ഇതാണ് ദൈവത്തിന്റെ രാജ്യത്തിന്റെ പ്രോട്ടോകോൾ. എന്നാൽ 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട് ഹവ്വയുടെ കാതിലേക്ക്. വാസ്തവമായി ദൈവം നിന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ ഹവ്വയുടെ മറുപടി പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ട്? അത് പറിച്ചു കഴിച്ചാൽ പിന്നെ ഞാനുമായി പറ്റിച്ചേർന്നിരിക്കാൻ പറ്റില്ല, സെപ്പറേഷൻ ഉണ്ടാകും, മരണമുണ്ടാകും. ഉടനെ ഹവ്വയോട് പറഞ്ഞു, മരിക്കത്തില്ല, ഞാൻ പറയുന്നത് വിശ്വസിക്കേ, ധൈര്യമായി കഴിച്ചോ. ഹവ്വ പഴം പറിച്ചു കഴിച്ചു. ആ നിമിഷത്തിൽ ദൈവത്തിൽ നിന്ന്, വിശുദ്ധനും നീതിമാനുമായ ദൈവത്തിൽ നിന്ന് അവർ അറ്റുമാറി, രണ്ടായി തീർന്നു. മരണം. ഒന്നുറക്കെ പറഞ്ഞേ, സെപ്പറേഷൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആ മരണത്തിന്റെ ഉൽപാദകൻ ദൈവമാണോ സാത്താനാണോ? ആരും വേണ്ടിയില്ല. ആരുടെ പ്രൊഡക്റ്റാ മരണം? സാത്താന്റെ പ്രൊഡക്റ്റാ മരണം. അവന്റെ പ്രൊഡക്റ്റ് മരണമാണെങ്കിൽ അവന്റെ വെപ്പണും മരണം തന്നെയാണ്. ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പ്രൊഡക്റ്റ് എന്താ? ജീവൻ. അവൻ എപ്പോഴും വരുന്നത് സമൃദ്ധിയായി ജീവൻ കൊടുക്കാനാ. മറ്റവൻ എപ്പോഴും വരുന്നത് നിങ്ങളെ പിടിച്ച് രണ്ടാക്കാനാ. ഹല്ലേലൂയ. ഒന്നാമത്തെ മനുഷ്യൻ തുടങ്ങി ഈ അവസാന കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ വരെ ഇന്നും മരണത്തിന് അധീനമായി പോകത്തക്കവണ്ണം ശക്തമായ തലമുറകളിലൂടെ നീണ്ടുവരുന്ന ഒരു ആയുധം സാത്താന്റെ കയ്യിലുണ്ടായിരുന്നു. അവൻ ആ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഹവ്വയെ വീഴ്ത്തി. ഹല്ലേലൂയ. അല്ല, ഇവൻ എങ്ങനെ ആയുധം കിട്ടിയത്? ഇവൻ പണ്ടൊരു വലിയ ഗ്രഹത്തിനകത്തിരുന്ന് ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. രാവിലും പകലിലും സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ ആരാധിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ഇവന്റെ അകത്തൊരു കൊതി വന്നു, ഒരാഗ്രഹം ഉണ്ടായി. എനിക്കും ആ യഹോവയുടെ സിംഹാസനത്തിൽ ഒന്ന് ഇരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഉടനെ ദൈവം പറഞ്ഞു, നിന്റെ ആ ചിന്ത തെറ്റാണ്, അതുകൊണ്ട് നിന്നെ ഞാൻ വേർപിരിക്കുകയാണ്, സെപ്പറേറ്റ് ചെയ്യുകയാണ്. അതുകൊണ്ട് സാത്താൻ അറിയാം, അടർന്നു മാറിയാൽ പിന്നെ അടുക്കത്തില്ല. അതുകൊണ്ട് ആദാമ്യ വർഗത്തെ അവനിൽ നിന്ന് അകറ്റിക്കളഞ്ഞാൽ പിന്നെ അടുക്കത്തില്ല. എന്നാൽ സാത്താനെ നീ അറിയാതെ പോയൊരു വൃക്ഷം കൂടെ ഏതെങ്കിലും ഉണ്ടായിരുന്നു. അറിവിന്റെ വൃക്ഷഫലം മാത്രമല്ല അവിടെ ഉണ്ടായിരുന്നത്, ജീവന്റെ വൃക്ഷഫലം കൂടെ. പിതാവിൽ നിന്ന് പാപത്താൽ ഒരു ജനത മാറിപ്പോയപ്പോൾ ഏകജാതനാൽ യു ആർ യുണൈറ്റഡ് വിത്ത് ലൈഫ്. നിങ്ങൾ ക്രിസ്തുവേശുവിലൂടെ ജീവനിലേക്ക് കയറി. അതുകൊണ്ട് ഇന്ന് സാത്താൻ അത് തന്നെ നമ്മളോട് ചെയ്യുന്നത്. എപ്പോഴും അവൻ വന്നിട്ട് പറയും, അകലെയാ, സാന്നിധ്യം നിന്നിൽ നിന്ന് അകലെയാണ്, കൃപ നിന്നിൽ നിന്ന് അകലെയാണ്, തേജസ് നിന്നിൽ നിന്ന് അകലെയാണ്, വാഗ്ദത്തം നിന്നിൽ നിന്ന് അകലെയാണ്. എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ ഗ്യാപ്പ് ഉണ്ടെന്നൊരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലിനെ ശാസിച്ചോ. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് അവനിൽ നിന്നുള്ളതാണ്. ദൈവം നിനക്ക് തരുന്ന കോൺഫിഡൻസ് എന്താണെന്നറിയാമോ? ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ, ഞാനുണ്ടെങ്കിൽ സകലതും നിനക്കുണ്ടല്ലോ. യുണൈറ്റഡ്, ജീവന്റെ സമൃദ്ധി. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാം മനുഷ്യനായ ആദം മുതൽ സകല മാനവരാശിയുടെ മേലും അവൻ ശക്തമായി പ്രയോഗിച്ചിരിക്കുന്ന ഒരു ആയുധമായിരുന്നു മരണം. ഞാൻ മുഴുവനായിട്ട് അതിനെ പഠിപ്പിക്കുന്നില്ല, എന്നാൽ ഒരു വചനം മാത്രം ഞാൻ എടുത്ത് കാണിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വേഗത്തിൽ വന്നേ. എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്. എന്താ കർത്താവ് ചെയ്തതെന്നാണ്? മക്കൾ ജഡരക്തങ്ങൾ. ആരാ മക്കൾ? പറഞ്ഞേ, നമ്മളാ. ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ. അവൻ ആത്മാവായിട്ടല്ല വന്നത്, ജഡരക്തങ്ങളോട് കൂടിയവനായി. ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. നമ്മൾ അതിന്റെ ആഴത്തിലേക്ക് പോയാൽ ഇന്ന് നമുക്ക് മീറ്റിംഗ് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. അവന്റെ മരണത്താൽ മരണത്തിന്റെ ആധിപത്യം നീങ്ങിപ്പോയി. ലോകസ്ഥാപനത്തിനു മുമ്പേ പിതാവായ ദൈവം എന്നെ പുത്രന്റെ അകത്താക്കി വെച്ചിട്ട് പറഞ്ഞു, ഇവനെ ഞാൻ എന്റെ തേജസ്സിന്റെ പങ്കാളിയാക്കി മാറ്റും. എന്നാൽ ഒന്നാമത്തെ ആദാമിനെ ആദ്യത്തെ എന്റെ അപ്പാപ്പനായി നിർമ്മിച്ചുണ്ടാക്കിയപ്പോൾ സാത്താൻ വന്നിട്ട് പറഞ്ഞു, നീ തേജസ്സിന്റെ പങ്കാളിയാക്കി മാറ്റുമെന്ന് പറഞ്ഞ സകല മാനവരാശിയെയും ഞാൻ നിന്നിൽ നിന്ന് അകറ്റി മരണത്തിനകത്ത് പൂട്ടും. ആദാമിനെ അവനെ പൂട്ടാൻ പറ്റി. യേശുവിന്റെ കാലം വരെ ഉണ്ടായിരുന്ന സകലരെയും അവൻ അങ്ങനെ പൂട്ടി. എന്നാൽ കർത്താവ് ക്രൂശിൽ മരണമേറ്റെടുത്തപ്പോൾ അവന്റെ മരണത്താൽ സകല മാനവരാശിയും ജീവനിലേക്ക് തിരികെ കയറി. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചപ്പോൾ എല്ലാവരും മരിച്ചു എന്ന് ദൈവം കണക്കാക്കി. എല്ലാവർക്കും വേണ്ടി ഒരുവൻ ഉയർത്തെഴുന്നേറ്റപ്പോൾ ഞാൻ അവന്റെ ഉയർപ്പിന്റെ കൂടെ ഭാഗമായി മാറി.
അവനുമായി ജീവൻ പങ്കിട്ടു. ഓ, ജീവൻ പങ്കിട്ടു. എനിക്കറിയത്തില്ല, പക്ഷെ ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ശരീരങ്ങളിൽ ആ ജീവന്റെ ഒഴുക്കുണ്ടാകുകയാണ്. അതുകൊണ്ട് ഇനി നിങ്ങളിൽ മരണമില്ല. ഒന്ന് ഉറക്കെ രാമൻ പറഞ്ഞേ. ഞാൻ എന്താ പറഞ്ഞത്? ഇനി നിങ്ങളിൽ മരണമില്ല. എറണാകുളത്ത് മരണമില്ലാത്തൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ലവ് ഫീസ്റ്റാ. ഇവിടെ മൾട്ടി മില്യണർ ആയവനും മരിക്കും. ഇവിടെ മൾട്ടി മില്യണർ ആയവനും മണ്ണിനകത്ത് ഉറങ്ങും. അവന്റെ 6 അടി നീളമുള്ള ശരീരം പുഴുതൊന്ന് ക്രമിച്ചു പോകും. അവരാരും മരണത്തെ ജയിക്കുകയില്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യം, ഞാൻ മണ്ണിൽ ഉറങ്ങുന്നതിന് മുമ്പേ എൻ്റെ ശരീരത്തെ രൂപാന്തരപ്പെടുത്തുന്ന കാഹളം ധ്വനിക്കും. ഞാൻ മരണത്തെ ജയിച്ച് അവനോടൊപ്പം ചേരും. അല്ല മരിച്ചെന്ന് വരികിലും കാഹളത്തിങ്കൽ ഞാൻ എൻ്റെ ശരീരം പുതുതാക്കിക്കൊണ്ട് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേൽക്കും. എന്താ കാരണം? മരണത്തിന്റെ പാശങ്ങളെ ക്രിസ്തുവിന്റെ ക്രൂശോടുകൂടി അവൻ അടിച്ചു കളഞ്ഞു. മരണമെന്ന ആ ആയുധം കൊണ്ട് സാത്താനിനി എന്നെ തകർക്കാൻ പറ്റത്തില്ല. ആമേൻ, ആമേൻ. ഇതിനകത്തിരിക്കുന്ന ആരുടെയെങ്കിലും ഉള്ളങ്ങളിൽ മരണഭീതി ഉണ്ടെങ്കിൽ അത് മാഞ്ഞു പോകട്ടെ. നിങ്ങളുടെ ആരുടെയെങ്കിലും ഉള്ളങ്ങളിൽ അകാലമായി മരിക്കുമോ എന്ന ഭയമുണ്ടെങ്കിൽ ഇത് മാഞ്ഞു പോകട്ടെ. ശരീരങ്ങളിൽ രോഗമുണ്ടാകുമെന്നുള്ള ഭയമുണ്ടെങ്കിൽ ഇത് മാഞ്ഞു പോകട്ടെ. രോഗത്താലാകട്ടെ, ദാരിദ്ര്യത്താലാകട്ടെ, വാളിനാലാകട്ടെ, പീഡകളാലാകട്ടെ, എൻ്റെ ശരീരത്തിന് എന്ത് സംഭവിച്ചാലും ഞാൻ അവനോട് കൂടെ വാഴും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭയത്തിന്റെ ദുരാത്മാക്കൾ ചിലരുടെ ഉള്ളങ്ങളിൽ നിന്ന് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞ മരണഭയങ്ങൾ, രോഗഭയങ്ങൾ, ആകുലതകൾ ഇപ്പോൾ നസറായനായ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ കോൺഷ്യസിൽ നിന്ന് വിട്ടുമാറുകയാണ്. അവന്റെ മരണത്താൽ മരണഭയം നീങ്ങിയിട്ടുണ്ട്. ഒരു ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ ചോദിക്കുന്ന വാക്കുണ്ട്. ആകയാൽ മരണമേ, where is your victory? നീ ഒരുപക്ഷെ ഈ ലോകത്തുള്ള സകല സമ്പന്നന്മാരെ ജയിച്ചേക്കാം, നീ പ്രഭുക്കന്മാരെ ജയിച്ചേക്കാം, നീ സെലിബ്രിറ്റികളെ ജയിച്ചേക്കാം. എന്നാൽ സഭയുടെ അകത്ത് കിടക്കുന്ന ഒന്നിനെയും, ക്രിസ്തു എന്ന യൂണിറ്റിനകത്തേക്ക് വന്ന് യുണൈറ്റഡ് ആയ ഒന്നിനെയും ഹേ മരണമേ നിനക്ക് ജയിക്കാൻ പറ്റില്ല. മരണത്തിന് എന്നെ ജയിക്കാൻ കഴിയില്ല എന്ന അറിവ് പൗലോസിന്റെയും പത്രോസിന്റെ ഉള്ളിൽ പെന്തക്കോസ് ദിവസത്തിൽ കത്തി. നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് പോലെ പെന്തക്കോസിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അവർക്ക് കൊടുത്തത് അന്യഭാഷ മാത്രമല്ല, കൃപാവരങ്ങൾ മാത്രമല്ല, ശക്തി മാത്രമല്ല, ഒരു കൺവിക്ഷൻ കൂടി കൊടുത്തു. റോമിലെ ഏത് ക്ലൗദിയോസ് കൈസർ എഴുന്നേറ്റാലും, ഏത് ഭരണകർത്താവ് എഴുന്നേറ്റാലും, നിങ്ങളുടെ തല മുറിച്ചു കളഞ്ഞാലും അത് അവസാനമല്ല. അവിടെ നിന്ന് നിനക്കൊരു വാഴ്ചയുണ്ട്. അതുകൊണ്ട് അവർ മരണത്തെ പേടിച്ചില്ല. അവർ കൊല്ലുമെന്ന് പറഞ്ഞ ഭീഷണികളെ പേടിച്ചില്ല. ആമേൻ. അങ്ങനെ തുടങ്ങിയതാ നമ്മുടെ ഗ്രൂപ്പ്. എങ്ങനെ തുടങ്ങിയതാ? മരണത്തെ വെല്ലുവിളിച്ചോണ്ട് തുടങ്ങിയതാ. എന്നാൽ ഇന്ന് 2026 നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു സെല്ലിനൊരല്പം വളർച്ച കൂടുതലാന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഹൃദയം മുഴുവൻ ഇളകിപ്പോകുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾ ഇന്ന് വരെ ആ മരണത്തെ ജയിച്ച ക്രിസ്തുവുമായി യുണൈറ്റഡ് ആയിട്ടില്ല. ആകയാൽ എന്ത്? വന്നതിനോ വരുവാനുള്ളതിനോ ഉയരത്തിലുള്ളതിനോ ആഴത്തിനുള്ളതിനോ വാളിനോ പീഡനത്തിനോ ഒന്നിനും എന്നെ അവനിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ലെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. സഭ ഒരുമിച്ച് പറഞ്ഞ് ഞങ്ങൾ ഉറച്ചിരിക്കുകയാണ്. ഉറങ്ങട്ടെ, ഹൃദയങ്ങൾ ഉറക്കട്ടെ. ദാരിദ്ര്യമോ വന്നിട്ടും പോയിക്കോളും, രോഗമോ
വന്നോട്ടെ പോയിക്കോട്ടെ. അയ്യോ ജോലി പോയോ, പോയിക്കോട്ടെ, പുതിയത് വരും. വന്നില്ലെങ്കിലോ ഒരു കുഴപ്പമില്ല. അയ്യോ പാസ് എന്തൊക്കെയോ വലിയ തകർച്ചയാണോ, വന്നോട്ടെ, ചിലപ്പോ നിന്നോട്ടെ, അല്ലെങ്കിൽ പോയിക്കോട്ടെ. എന്തൊക്കെ വന്നാലും ഞാൻ അവന്റെ കൂടെ തന്നെ കാണും. കാരണം മരണത്തിന് എന്നെ ജയിക്കാൻ പറ്റില്ല. ഇന്ന് രാത്രി ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ ആത്മാവ് എന്നോട് കാണിക്കുന്ന ഒരു കാഴ്ച ഞാൻ പറയാം. ചില വീടുകൾക്കകത്ത് ഒരു പെർട്ടിക്കുലർ ഭാഗത്ത് ഒരു ഷെൽഫിനകത്ത് മെഡിസിനുകൾ കൂട്ടിവെച്ചിരിപ്പുണ്ട്. ആ മെഡിസിനുകൾ ഇരുന്നു കൊണ്ട് ആ ബോട്ടിലുകൾ നിങ്ങളോട് പറയുന്നുണ്ട് നിന്റെ ശരീരം ഒരു നാളും സൗഖ്യമാകുകയില്ല എന്ന്. ഇന്ന് രാത്രി ആത്മാവിനെ കാണിച്ചിട്ട് പറയുന്നു, ഇവിടെ ഇരുന്നുകൊണ്ട് വിശ്വസിച്ചോ, അതിൽ നിന്ന് ഒരു ടാബ്ലറ്റ് പോലും നിനക്കിനി ആവശ്യം വരികയില്ല. നിങ്ങളുടെ ശരീരങ്ങൾ ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകുകയാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും അവൻ ആയുധവർഗം വെപ്പിച്ചു. ഒന്നാമത്തെ ആയുധം മരണം. അവൻ ആ ആയുധത്തെ തന്റെ മരണത്താൽ നീക്കി. ബാക്കിയുള്ള ആയുധങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, വെറുതെ പറഞ്ഞു പോകാം. വീട്ടിൽ ചെന്നിട്ട് പഠിച്ചോ, വേണമെങ്കിൽ റെഫറൻസ് കൂടി ഇട്ട് തന്നേക്കാം. രണ്ടാമത്തെ അവന്റെ ഏറ്റവും വലിയ ആയുധമായിരുന്നു ആ അരുണോദയപുത്രനായ ശുക്രൻ ഉയർന്നിരിക്കുന്ന ആ ഗ്രഹത്തിൽ ഇരുന്നപ്പോൾ അവന്റെ ഉള്ളിൽ വന്ന കാര്യം വയലേഷൻ. എന്താ? പാപം. 1 പത്രോസ് 2:22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. എല്ലാ വിശുദ്ധന്മാരെയും സാത്താൻ വഞ്ചിച്ചിട്ടുള്ള ഏറ്റവും ശക്തമായ ആയുധം എന്തായിരുന്നു? ഉറക്കെ പറ. നിങ്ങളത് പറയാൻ എന്തിനാ പേടിക്കുന്നേ? സിൻ, വയലേഷൻ, പാപം. ദൈവത്തിന്റെ കൽപ്പനകളെ ലംഘിക്കുക എന്നത് സാത്താന്റെ ഹാബിറ്റാണ്, അവന്റെ ആയുധമാണ്. പാപത്തിൽ വീഴാത്ത ഒരുത്തനും ഉണ്ടായിരുന്നില്ല. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ മുഴുവൻ ഭക്തന്മാരുടെ ജീവിതം നിങ്ങൾ എടുത്തു പഠിച്ചോ. വിശുദ്ധിയുടെ പാരമ്യതയിൽ നിന്ന് ദൈവത്തിന്റെ വൻ പ്രോജക്റ്റുകൾ ചെയ്തൊരു സമയം ഉണ്ടായിരുന്നു. അതുപോലെ പാപത്തിന്റെ വഞ്ചനയാൽ വീണ് കൃപയിൽ നിന്ന് വീണുപോയ സമയം ഉണ്ടായിരുന്നു. പുതിയ നിയമത്തിലും അത് അങ്ങനെ തന്നെ തുടരുകയാണ്. 2026 അത് അങ്ങനെ തുടരുകയാണ്. പാപം, അവൻ പാപം ചെയ്തിട്ടില്ല. ആര്? ഒന്നാമത്തെ മനുഷ്യൻ ചെയ്തു, എല്ലാവരും ചെയ്തു, സകല മാനവരാശിയും ചെയ്തു. ചെയ്യിക്കാൻ ഇവന്റെ അടുക്കൽ ധാരാളം പ്രലോഭനങ്ങളുമായി സാത്താൻ വരികയും ചെയ്തു. എന്നിട്ടും അവൻ പാപം ചെയ്തില്ല. എന്തുകൊണ്ട്? അവൻ പാപം ചെയ്താൽ നമുക്ക് പാപത്തെ ജയിക്കാൻ പറ്റാത്തത് കൊണ്ട്. അവൻ അവന്റെ വിശുദ്ധി സൂക്ഷിക്കാനല്ല പാപം ചെയ്യാതിരുന്നത്, എന്റെ വിശുദ്ധനാക്കി നിർത്താൻ. ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ, നിന്റെ വിശുദ്ധി സൂക്ഷിക്കാൻ നീ പാപം ചെയ്ത പിതാവ് നിന്നെ എന്തെങ്കിലും ചെയ്താലോ എന്ന് കരുതി കർത്താവ് എന്നോട് പറഞ്ഞു, എടാ, ക്രൂശ് എടുക്കാൻ ഇറങ്ങി വന്നപ്പോ കൂടെ നിന്നവനായ എന്റെ അപ്പൻ ഒരു ചെറിയ പാപം ചെയ്താൽ അവൻ എന്നോട് ക്ഷമിക്കത്തില്ലേ? അപ്പൊ ഞാൻ എൻ്റെ ചിന്തകൾക്കകത്തൊരു വലിയ സ്പാർക്ക് അടിച്ചു. ശരിയാണല്ലോ, കർത്താവ് ഒരു പാപം ചെയ്താൽ, നിസാരമായ ഒരു വചനം ലംഘിച്ചാൽ പിതാവ് എന്തായാലും അത് ക്ഷമിച്ചേക്കും. പക്ഷേ ഞാൻ ചെയ്യുന്ന ഓരോ പാപവും നിനക്കെതിരെയുള്ള അനീതിയായി കണക്കിടാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ എന്റെ വിശുദ്ധി സൂക്ഷിക്കാനല്ല പാപം ചെയ്യാതിരുന്നത്, നിന്റെ വിശുദ്ധി നിലനിർത്താൻ. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായ കൊണ്ട് അവൻ വഞ്ചന പറഞ്ഞിട്ടില്ല, അവൻ ശകാരിച്ചിട്ടില്ല, അവൻ ആരെയും വിധിച്ചിട്ടില്ല. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടിയതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നു. ഓ, മനുഷ്യന്റെ മേൽ സാത്താൻ പ്രയോഗിച്ചിരുന്ന എല്ലാ ആയുധങ്ങളും അവൻ യേശുവിന്റെ മേലും പ്രയോഗിച്ചു. മരണം കൊണ്ട് അവനെ അടിച്ചു, കല്ലറയിൽ അവനെ 2 ദിവസം വെച്ചു. പക്ഷെ മരണം കൊണ്ട് സാത്താൻ യേശുവിനെ ജയിക്കാൻ പറ്റിയില്ല. പാപത്തിന്റെ പ്രലോഭനം കൊണ്ട് 3.5 വർഷവും പുറകെ നടന്നു. പക്ഷെ അവൻ പാപം ചെയ്തില്ല. അവന്റെ പാപത്തിന്റെ പരീക്ഷണങ്ങളെ അവൻ ജയിച്ചു. അതുകൊണ്ട് ഞാനും ജയിക്കും. ഞാൻ അവിടെ നിന്ന് വിടുകയാണ്. മൂന്നാമത്തെ അവന്റെ പ്രധാനപ്പെട്ട ആയുധമാണ് ശാപങ്ങൾ. തലമുറയായുള്ള ശാപങ്ങൾ.
ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ ടോർമെന്റ് ചെയ്യണമോ അതിനൊക്കെ സാത്താന്റെ കയ്യിൽ കിട്ടുന്ന ക്ലെയിമുകളാണ് കേഴ്സുകൾ, ശാപങ്ങൾ. അതൊരു വലിയ ഡീറ്റെയിൽ സ്റ്റഡിയാണ്. സീരിയസ്ലി നിങ്ങളത് നന്നായി പഠിച്ചില്ല എങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളൊരു മേഖലയാണ്. എന്നാൽ ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നു, ന്യായപ്രമാണത്തിന്റെ സകല ശാപങ്ങളിൽ നിന്നും അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. ശ്രദ്ധിച്ച് കേട്ടോണം, ആരാ വിലയ്ക്ക് വാങ്ങിയത്? യേശു. അവൻ നമുക്ക് വേണ്ടി ശാപമായി തീർന്നു, എന്നിട്ട് ശാപങ്ങളിൽ നിന്ന് അവൻ നമ്മെ വിലയ്ക്ക് വാങ്ങി. അടുത്തത് രോഗങ്ങൾ. അവന്റെ പ്രധാനപ്പെട്ട മറ്റൊരായുധമാണ് രോഗങ്ങൾ. പാപത്തിന്റെ പരിണിത ഫലമായി ഉണ്ടായ എല്ലാ രോഗങ്ങളാലും മനുഷ്യനെ സാത്താൻ പീഡിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ ആയുധമായിരുന്നു. ഇറ്റ്സ് എ വെപ്പൺ. സിക്നസ് ഇസ് എ വെപ്പൺ. എന്നാൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വായിക്കുന്നത്, യെശയ്യാ 53:5, എന്നാൽ അവൻ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. മരണം, പാപം, ശാപം, രോഗം. ഒരായുധം കൂടി പറയാം, ദാരിദ്ര്യം. ദൈവം മനുഷ്യനെ നിർമ്മിച്ചിട്ട് മനുഷ്യന്റെ കയ്യിൽ ഈ സമ്പൂർണമായ പ്രപഞ്ചം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ, ഇതിനകത്തുള്ള സകല ഗുപ്ത നിധികളും നിനക്കുള്ളതാ. നീ എടുത്തോണം, അനുഭവിച്ചോണം, വാഴണോണം, പ്ലെന്റിനെസ് ജീവിച്ചോണം. എന്നാൽ സാത്താൻ വന്നിട്ട് പറഞ്ഞു, നീ അങ്ങനെ പ്ലെന്റി ഒന്നും ആകണ്ട, ഞാൻ വല്ലപ്പോഴും ഇട്ടു തരും, എച്ചിൽ കാശ് പോലെ എടുത്തോണം, നടന്നോണം. ലാക്നെസ്, ഇൻസഫിഷ്യൻസി മുഴുവൻ അവൻ്റെതായിരുന്നു, അവന്റെ കയ്യിലെ ആയുധമായിരുന്നു. ഒരു വചനം ഞാൻ എടുത്ത് കാണിക്കട്ടെ. 2 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായത്തിന് 9-ാമത്തെ വാക്യം. 2 കൊരിന്ത്യർ 8:9. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നരാകേണ്ടതിന് നിങ്ങൾ നിമിത്തം ദരിദ്രരായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട വെളിപ്പാട് ഞാൻ പറയാം. മാനവരാശിയുടെ മേൽ സാത്താൻ വെച്ചിരുന്ന ഈ 5 ആയുധങ്ങളും അവൻ യേശുവിന്റെ മേൽ ഉപയോഗിച്ചു. യേശുവിന്റെ മേൽ മരണം ഉപയോഗിച്ചു, യേശുവിന്റെ മേൽ പാപത്തിന്റെ പ്രലോഭനമുണ്ടായി, യേശുവിന്റെ മേൽ ശാപങ്ങൾ കൊണ്ടുവച്ചു, യേശുവിന്റെ മേൽ രോഗങ്ങളെ അവൻ അടിച്ചേൽപ്പിച്ചു, യേശുവിന്റെ മേൽ ദാരിദ്ര്യത്തെ അവൻ കൊണ്ടുവച്ചു. സകലത്തെയും അവൻ ജയിച്ചപ്പോൾ യേശു അവന്റെ സർവായുധ വർഗത്തെ പിടിച്ചു പറിച്ച് ക്രൂശിൽ വെപ്പിച്ചു, ഡിസാം ചെയ്തു. ഹല്ലേലൂയ. എന്ത് ചെയ്തു? എല്ലാവരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞ കൊലോസ്യർക്കെഴുതിയ 2-ാം അധ്യായം 15-ാമത്തെ വാക്യം. അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. സഭ ഒരുമിച്ചൊന്ന് പറഞ്ഞ, അവൻ എന്ത് ചെയ്യിച്ചു? ആയുധവർഗം വെപ്പിച്ചു. ഇന്ന് എനിക്കെതിരെ ഉപയോഗിക്കാൻ അവന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. നീ മരണം കൊണ്ടുവന്നാൽ മരണത്തെ അവൻ ജയിച്ചിരിക്കുന്നത് കൊണ്ട് മരണത്തിന് ഞാൻ കീഴ്പ്പെടില്ല. ശാപങ്ങൾ എൻ്റെ മേൽ നിലനിൽക്കുകയില്ല, രോഗങ്ങൾ എൻ്റെ ശരീരത്തിൽ ഇരിക്കുകയില്ല. കാരണം അവന്റെ അടിപ്പിണരുകളാൽ ഞാൻ സൗഖ്യമായിട്ടുണ്ട്. ദാരിദ്ര്യം എൻ്റെ മേൽ വാഴുകയില്ല. ഞാൻ നിമിത്തം ദരിദ്രനായി തീർന്നവന്റെ കൃപ എന്നെ എപ്പോഴും സമൃദ്ധമാക്കുകയാണ്. അടുത്തിരിക്കുന്ന ഒരാളെങ്കിലും തൊട്ടിട്ടൊന്ന് പറഞ്ഞ്, എന്നെ ഉപദ്രവിക്കാൻ സാത്താന്റെ കയ്യിൽ ആയുധമില്ല. ആമേൻ, 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 ആമേൻ. എന്നെ ഉപദ്രവിക്കാൻ സാത്താന്റെ കയ്യിൽ ഒരു ആയുധവും ഇല്ല. സഭ ഒരുമിച്ചത് ധൈര്യത്തോടെ ഡിക്ലെയർ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ മേൽ അറ്റാക്ക് ചെയ്യാൻ സാത്താന്റെ കയ്യിൽ ഒരു ആയുധവും ഇല്ല. എന്നാൽ എന്റെ കയ്യിൽ ചിലതുണ്ട്. അത് ഞാൻ അങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടിയാ. അവന്റെ സകല തീയമ്പുകളെയും ചെറുത്ത് പിടിക്കാൻ എനിക്കൊരു സർവായുധ വർഗത്തിന്റെ പരിചയമുണ്ട്. അവൻ എന്നെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുമ്പോഴെല്ലാം ശിരസിൽ അണിയാൻ എനിക്ക് രക്ഷയുടെ ശിരസ്ത്രമുണ്ട്. അവൻ എൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ഏത് സംശയത്തെയും വെട്ടി എറിഞ്ഞു കളയാൻ എൻ്റെ കയ്യിലൊരു വചനമെന്ന വാളുണ്ട്. അവൻ എന്നെ ആക്രമിക്കാൻ ആയുധങ്ങളില്ല, എനിക്ക് അവനെ ആക്രമിക്കാൻ ആയുധങ്ങളുണ്ട്. നിങ്ങളൊരു സങ്കല്പ കഥ പോലെ അതൊന്ന് സങ്കല്പിക്കാൻ കഴിയുമെങ്കിലും സങ്കല്പിച്ചേ. ഒരു വശത്ത് ഒരായുധവും ഇല്ലാത്ത,
അവന്റെ കയ്യിൽ പീരങ്കിയില്ല, ബോംബില്ല, മെഷീൻ ഗണ്ണില്ല, ഡൈനാമറ്റുകളില്ല, അവന്റെ കയ്യിൽ MiG-20 വിമാനങ്ങളില്ല, ഒന്നുമില്ല. നിന്റെ മേഴ്ത്ത് എടുത്തെറിയാൻ ഒരു കല്ല് പോലും എടുക്കാൻ ആരോഗ്യമില്ലാതെ രക്തം വാർന്ന് കിടന്ന് എഴുന്നേറ്റ് നിൽക്കുന്ന, പ്രാണന് വേണ്ടി നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരുത്തൻ അവിടെ നിൽക്കുമ്പോ നീ ഇപ്പുറത്ത് നിൽക്കുന്നത് തലയിൽ ശിരസ്ത്രവും അരയിൽ ബെൽറ്റും മുഴുവൻ പടച്ചട്ടയും കയ്യിൽ വാളുമായി നിൽക്കുന്നു. എന്നിട്ടും നീ പറയുന്നു അവൻ എന്നെ തോപ്പിക്കുമെന്ന്. കമോൺ കമോൺ കമോൺ, ഇന്ന് രാത്രി സഭ കണ്ണു തുറക്കട്ടെ. സാത്താനെ മതി, എറണാകുളത്ത് നീ വാണത് മതി, ഞങ്ങളുടെ വീടിനകത്ത് നീ വാണത് മതി. This is your end. ഇത് നിന്റെ അവസാനമാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവിന്റെ എരിവ് ആരുടെ ഉള്ളങ്ങളിൽ കത്തുന്നുണ്ടെങ്കിൽ, ഞാൻ അവനെ ജയിക്കാൻ മതിയായ കരുത്തുള്ളവനാണെന്ന് ബോധ്യമാകുന്നുണ്ടെങ്കിൽ, പിടിച്ചടക്കിക്കോ. കരഞ്ഞത് മതിയെന്ന് ഞാൻ ആത്മാവിൽ ദൂത് പറയാം. പരാതി പറഞ്ഞത് മതിയെന്ന് ഞാൻ ആത്മാവിൽ പ്രവചനം പറയാം. ഇത് കരയാനും പരാതി പറയാനുമുള്ള നാഴികയല്ല, തരില്ലെന്ന് പറയുന്നതിനെ എടുക്കുകയാണെന്ന് പറയുന്ന. സഭ ഒരുമിച്ച് ഒന്ന് ശ്രദ്ധിച്ച് ഏകാഗ്രതയോടെ കൂടി ഇരിക്കുകയാണെങ്കിൽ ഒരു വചന വെളിപ്പാടും 5 മിനിറ്റും കൂടെ എടുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുക. ഇതെല്ലാം വിശദീകരിക്കണമെന്ന് സത്യമായി എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ട്. പക്ഷേ സമയപരിമിതി കൊണ്ട് വിശദീകരിക്കാതെ ഞാൻ പറയുകയാണ്, അവന്റെ എല്ലാ ആയുധങ്ങളും പിടിച്ചു പറിച്ചു വെച്ചു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ബലവാനായവൻ ആയുധവർഗം ധരിച്ച് അരമന കാക്കുകയാണെങ്കിൽ അവനുള്ളത് മുഴുവൻ സേഫ് ആയിരിക്കും. എന്നാൽ അവനിലും ബലവാനായവൻ വന്ന് അവനെ ആയുധവർഗം പിടിച്ചു വെപ്പിച്ചാൽ അവനുള്ളതൊന്നും ഇനി സേഫ് അല്ല. ഇന്ന് സേഫ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മളാ. ഒട്ടും സേഫ്റ്റി ഇല്ലാത്തൊരു രാജ്യമുണ്ടെങ്കിൽ അത് അവന്റെ രാജ്യമാ. അനുദിനവും ഇരുട്ടിന്റെ രാജ്യത്തെ ഡാമേജ് ചെയ്യാൻ കഴിയുന്ന, അനുദിനവും ഇരുട്ടിന്റെ രാജ്യത്തിനെ ഇളക്കാൻ കഴിയുന്ന ശക്തന്മാരായി അവൻ തന്റെ സഭയെ ഇന്ന് രാത്രി എഴുന്നേൽപ്പിക്കുകയാണ്. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഒരുമിച്ച് ശബ്ദം ഉയർത്തുമെന്ന് പറഞ്ഞ് ആയുധവർഗം വെപ്പിച്ചു വെപ്പിച്ചു വെപ്പിച്ചു. എന്നിട്ട് അവന്റെ മേൽ എന്താ കൊണ്ടാടിയത്? ജയ ഉത്സവം കൊണ്ടാടി. ഞാൻ ഒരു തവണ ഇങ്ങനെ പ്രസംഗിച്ചിരുന്നു, ക്രൂശിൽ യേശു കർത്താവ് സാത്താനെ ജയിച്ചു എന്ന്. അന്ന് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന വഴി എൻ്റെ കാറിനകത്ത് കർത്താവ് വന്നിട്ട് പറഞ്ഞു, മേലിൽ കള്ളം പറയരുത്. ഞാൻ ഞെട്ടിപ്പോയി. കർത്താവേ, എൻ്റെ ഏത് വാക്കാ തെറ്റിപ്പോയത്, എന്നോട് ക്ഷമിക്കണം. കർത്താവ് പറഞ്ഞു, എടാ ക്രൂശിൽ വെച്ചാണോ ഞാൻ അവനെ ജയിച്ചത്? ഞാൻ പറഞ്ഞു, ക്രൂശിൽ വെച്ച് ജയിച്ചെന്നാണല്ലോ തിയോളജിയന്മാരെല്ലാം പറഞ്ഞേക്കുന്നത്. സോ ഞാനും അങ്ങനെ തന്നെ പറയുന്നു, ക്രൂശിലല്ല അവൻ ജയിച്ചത്. യോർദാന്റെ കരയിൽ മുതൽ പരിശുദ്ധാത്മാവിനെയും പ്രാപിച്ചുകൊണ്ട് അവൻ നടന്നു പോകുന്ന ഓരോ മിനിറ്റിലും സാത്താന്റെ സകല രാജ്യത്തെയും അവൻ അടപടലം എടുത്തിട്ട് അലക്കുകയായിരുന്നു. രോഗത്തിൽ കെട്ടിയതിനെ അവൻ സൗഖ്യമാക്കി, ദാരിദ്ര്യത്തിൽ കെട്ടിയതിനെ അവൻ സമ്പന്നമാക്കി, മരിച്ച് മഞ്ചത്തിൽ കൊണ്ടുവന്നതിനെ അവൻ ഉയർപ്പിച്ചു. നിങ്ങൾ ആരും ചിന്തിക്കരുത്, ഒരു സ്പോർട്സിലെയോ ഒരു ആർട്സിലെയോ ക്ലൈമാക്സ് പോലെ ക്രൂശിൽ യേശു ജയിക്കുകയായിരുന്നെന്ന്. ക്രൂശിലല്ല അവൻ ജയിച്ചത്. 3 വർഷത്തെ ജയത്തെ ഒടുവിൽ ഗെത്സമനയുടെ മുകളിൽ അവൻ ആഘോഷിക്കുകയായിരുന്നു. ഇത് സത്യത്തിൽ എഴുതേണ്ടിയത് ആന്റി യോഹന്നാനാ. അവനാണ് കണ്ടത് ക്രൂശിന്റെ ചുവട്ടിൽ അവൻ ആഘോഷിക്കുന്നത്. പക്ഷെ യോഹന്നാൻ അത് പറയാൻ എന്തൊരു ധൈര്യക്കുറവുണ്ടായിരുന്നുകൊണ്ട് പറഞ്ഞില്ല. യോഹന്നാൻ ഒരു കാര്യത്തിനകത്ത് അത് ഇൻക്ലൂഡ് ചെയ്ത് പറഞ്ഞു, അവൻ സകലതും നിവർത്തിച്ചിട്ട് സങ്കടത്തോടെയോ വേദനയോടെയോ നിരാശയോടോ കൂടെയോ അല്ല തല ചായ്ച്ചത്, സന്തോഷത്തോടെ തല ചായ്ച്ചിട്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്. അത് തീർക്കപ്പെട്ടിരിക്കുന്നുണ്ട്.
ഏതൻ മുതൽ മനുഷ്യന്റെ തലമേൽ നിന്നിരുന്ന സകലത്തെയും ക്രൂശിൽ ഞാൻ തീർത്തിട്ടുണ്ടോ പിള്ളേരെ? റെവലേഷൻ തരട്ടെ, റെവലേഷൻ തരട്ടെ. ഇതിന് ആമേൻ പറഞ്ഞ് കൂടെ നിൽക്കാൻ ശിഷ്യന്മാർക്ക് പറ്റാതെ പോയ കാര്യം എന്താണെന്നറിയാമോ? കാരണം ക്രൂശി തീർത്തത് അവര് കണ്ടില്ല, കയ്യെ വിലങ്ങും വെച്ചോണ്ട് പോകുന്നത് അവര് കണ്ടുള്ളൂ. അതുകൊണ്ട് ചെതറിപ്പോയവരോട് അവൻ ഉയർത്തെഴുന്നേറ്റ് വന്നിട്ട് മുറിക്കകത്ത് വന്ന് പറഞ്ഞു, നോക്കിയേ, എന്റെ കയ്യിലെ മുറിവ് കണ്ടോ? എന്റെ വിലാപ്പുറത്തെ വിള്ളല് കണ്ടോ? ഉയർത്തെഴുന്നേറ്റ എന്റെ ശരീരം കണ്ടോ? മരണത്തെ ഞാൻ ജയിച്ചിട്ടുണ്ട്, രോഗങ്ങളെ ഞാൻ ജയിച്ചിട്ടുണ്ട്, ശാപങ്ങളെ ഞാൻ തീർത്തിട്ടുണ്ട്, മാനവരാശിയെ ഞാൻ ദൈവത്തോട് അടുപ്പിച്ചിട്ടുണ്ട്. ഞാൻ ജയോത്സവം കൊണ്ടാടി. അതുകൊണ്ട് ഏതോ ആത്മവിവശതയുടെ പ്രാർത്ഥനയ്ക്കകത്ത് പൗലോസ് അപ്പോസ്തലന് മാത്രം കാര്യം മനസ്സിലായി. അവൻ ജയിക്കുകയായിരുന്നില്ല, ജയത്തിന്റെ ഉത്സവം കൊണ്ടാടി. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. എന്താ ജയോത്സവം നിങ്ങൾക്ക് അറിയാവോ? എന്താ ജയത്തിന്റെ ഉത്സവം എന്നറിയാവോ? ജയിച്ച് കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന ആഘോഷമാണ്. ആമേൻ. ഒരു അത്ലറ്റ് ഓടി വന്ന് ഫിനിഷിംഗ് പോയിന്റ് കഴിഞ്ഞ ഉടനെ ചുറ്റുപാട് നിൽക്കുന്ന അവന്റെ ബന്ധുക്കളും കോച്ചും അവന്റെ രാജ്യത്തിലുള്ളവരും എല്ലാവരും ഓടി വന്ന് അവനെ തലയിലെടുത്തിട്ട് ഇങ്ങനെ പോവും. ജയിച്ചു, ജയിച്ചു. ജയിച്ചിട്ട് ഏതാണ്ട് 5-6 മണിക്കൂർ അല്ലെങ്കിൽ 5-3 സെക്കൻഡുകളും മിനിറ്റുകളും കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. ഉത്സവം നിൽക്കത്തില്ല, അങ്ങനെ ചുമന്നുകൊണ്ട് നടക്കും. പിന്നെയും ഒരുപക്ഷെ 2-3 ലാപ്പ് മത്സരം കൂടി കഴിഞ്ഞിട്ടായിരിക്കാം ട്രോഫി ഉണ്ടാകുന്നത്, സമ്മാനദാനം ഉണ്ടാകുന്നത്. സമ്മാനദാനം കിട്ടുന്നത് വരെ അവർ ആഘോഷിക്കും. ഇനി ട്രോഫി കിട്ടിക്കഴിഞ്ഞാൽ നിർത്തുവോ? ഇല്ല. ട്രോഫി കിട്ടിക്കഴിഞ്ഞാൽ ട്രോഫി ഉയർത്തി പിടിച്ചിട്ട് പറയും, ജയിച്ചടാ, ഞങ്ങളുടെ രാജ്യം ജയിച്ചു, ഞങ്ങൾ ഇന്നതിന് മെഡൽ അടിച്ചു, ഞങ്ങൾ കപ്പ് ഉയർത്തിയിട്ടുണ്ട്. ആഘോഷവാ. എല്ലാ മത്സരത്തിനും യുദ്ധത്തിനും ഒരു സമയമുണ്ട്, ആഘോഷത്തിന് സമയമില്ല. ക്രൂശ് കൊണ്ടും കല്ലറ കൊണ്ടും അവൻ സകലത്തെയും തീർത്തിട്ടുണ്ട്. എന്നാൽ 2026 ഈ രാത്രിയിലും ആഘോഷം തീർന്നിട്ടില്ല. എറണാകുളത്ത് അവന്റെ മക്കൾ ഒരുമിച്ച് നൃത്തം വച്ചിട്ട് പറയും, ജയിച്ചിട്ടുണ്ട്. വീട്ടിനകത്ത് കയറിയിട്ട് പറയണം, ജയിച്ചിട്ടുണ്ട്. പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ, ജയിച്ചിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. ഞാനെൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കൂടെ പറയാം. ഒരു നാളിൽ എത്രയോ തവണ വചനം ഡിക്ലെയർ ചെയ്തിട്ട് ഒന്നും നടന്നില്ല. ഒരു നാളിൽ ഒത്തിരി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ട് ഒന്നും നടന്നില്ല. നടക്കാതിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭാരവും വേദനയും കൂടി കർത്താവിനോട് ഞാൻ പിണങ്ങിയിട്ടുണ്ട്, പരാതി പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും ശരിയാകുന്നു, എനിക്ക് മാത്രം ശരിയാകുന്നില്ല. കുറെ പേരുണ്ട് അങ്ങനെ അല്ലേ? പക്ഷെ എല്ലാവർക്കും ശരിയാകുന്നുണ്ട്, എനിക്ക് മാത്രം ശരിയാകുന്നില്ല. എൻ്റെ ജോലി ശരിയാകുന്നില്ല, എൻ്റെ മിനിസ്ട്രി ശരിയാകുന്നില്ല, എൻ്റെ സ്പിരിച്വൽ ലൈഫ് ശരിയാകുന്നില്ല. 26 ജനുവരി 1 നിങ്ങൾ പ്രതീക്ഷിച്ചു എന്തോ അത്ഭുതം നടക്കുന്നു. ആസ് യൂഷ്വൽ, ആസ് 24 or 25 കർത്താവിനോട് സബ്മിറ്റ് ചെയ്തു. എനിക്ക് മാത്രം ശരിയാകുന്നില്ല. ഞാനും കർത്താവിനോട് ഇങ്ങനെ തന്നെ പറഞ്ഞു. ഒരു ദിവസം കർത്താവ് എൻ്റെ തലയ്ക്കകത്ത് എൻ്റെ തലച്ചോറുകൾക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു റെവലേഷൻ ഇട്ട് തന്നിട്ടു. ആ റെവലേഷൻ ഇങ്ങനെയായിരുന്നു, ജയിച്ചു എന്നങ്ങ് പറഞ്ഞു. വലിയ രഹസ്യമൊന്നും പഠിക്കണ്ട. അവൻ ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയെങ്കിൽ ഞാൻ അവനോടൊപ്പം. യേശു മാത്രമല്ല ജയോത്സവം കൊണ്ടാടിയത്, അവൻ സാത്താന്റെ തലയെ തകർക്കുമ്പോൾ ഞാനും അവന്റെ കൂടെ. ഈ സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആരത് പറയുന്നുവോ അവരുടെ മുമ്പിൽ പിന്നെ ഒന്നും നിലനിൽക്കുകയില്ല.
ലബ്രഹാസ്യോലോ റുഹോചാലയാദാര. അവൻ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. ആമേൻ, ആമേൻ. എന്നിട്ട് തൻ്റെ ജനത്തിനോട് പറഞ്ഞു, ഞാൻ കൊണ്ടാടിയ ഈ ജയം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ ആരും ഇനി അവനെ ജയിക്കണ്ട, ഞാൻ ജയിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി അവനെ ചവിട്ടിയാ മതി. ഓ ഇല്ല, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ എൻ്റെ പ്രസംഗം പൂർണ്ണമായി. നാം ഇനി അവനെ തോൽപ്പിക്കാൻ നിൽക്കുകയല്ല, തോറ്റവന്റെ തലയുടെ മുകളിൽ ചവിട്ടാൻ നിൽക്കുകയാണ്. ഞാൻ അവനെ പരാജയപ്പെടുത്താൻ നിൽക്കുകയല്ല, യേശു തോൽപ്പിച്ചിട്ടവന്റെ തലയിൽ ഞാൻ ചവിട്ടാൻ നിൽക്കുകയാണ്. ഓ ഞാൻ ഒരു വേദഭാഗം കാണിച്ച് തന്നിട്ട് പ്രാർത്ഥിക്കാം. യോശുവയുടെ പുസ്തകം എടുത്തേ. പഴയ നിയമത്തിലെ യോശുവയുടെ പുസ്തകം 10-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. അതിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചേ. 22 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ യോശുവ ശ്രദ്ധിച്ച് കേട്ടോണം. ഗുഹയുടെ ദ്വാരത്തെ ഞാൻ ഒന്ന് ഇൻട്രൊഡക്ഷൻ പറഞ്ഞോട്ടെ. ഹായി പട്ടണത്തെ പിടിച്ചടക്കിയിട്ട് കനാനിലെ രാജാക്കന്മാരെ മുഴുവൻ ടാർഗറ്റ് ചെയ്ത് യോശുവയും ഇസ്രായേൽ ജനവും കൊല്ലാൻ വേണ്ടി ഓടുന്ന സമയത്ത് 5 രാജാക്കന്മാര് ഒരു ഗുഹയ്ക്കകത്ത് കയറി ഒളിച്ചിരുന്നു. കഥ മനസ്സിലായോ? കണ്ടിന്യൂ. പിന്നെ യോശുവ ഗുഹയുടെ ദ്വാരത്തെ തുറന്ന് രാജാക്കന്മാരെ ഐവരെയും ഗുഹയിൽ നിന്ന്, ഐവരെന്ന് പറഞ്ഞ മലയാളം മനസ്സിലായോ? എത്രേ ഉള്ളൂ. ഗുഹയിൽ നിന്ന് എന്റെ അടുക്കൽ പുറത്തു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. അവർ അങ്ങനെ ചെയ്തു. യെരുശലേം രാജാവ്, ഹെബ്രോൻ രാജാവ്, യമ്മൂത്ത് രാജാവ്, ലാഖിഷ് രാജാവ്, എഗ്ലോൻ രാജാവ് എന്നീ 5 രാജാക്കന്മാരെയും ഗുഹയിൽ നിന്ന് അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. രാജാക്കന്മാരെ യോശുവയുടെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ യോശുവ ഇസ്രായേൽ പുരുഷന്മാരെ ഒക്കെയും വിളിപ്പിച്ച് തന്നോട് കൂടെ പോയ പടജനത്തിന് അധിപതിമാരോട് അടുത്തു വന്ന് ഈ രാജാക്കന്മാരെ കഴുത്തിൽ, 5 രാജാക്കന്മാരുടെയും കഴുത്തിൽ കാൽ വെക്കുവിൻ എന്ന് പറഞ്ഞു. അവർ അടുത്തു ചെന്ന് അവരുടെ കഴുത്തിൽ കാൽ വെച്ചു. ആമേൻ. ഗുഹയ്ക്കകത്തിരുന്ന് 5 രാജാക്കന്മാരെ പിടിച്ചു കെട്ടി യോശുവ മുമ്പിലോട്ട് കൊണ്ടിട്ടിട്ട് പറഞ്ഞു, പടജനത്തിലുള്ള സകല യുദ്ധവീരന്മാരെയും വിളിച്ചിട്ട് പറഞ്ഞു, വരിക, ഈ രാജാക്കന്മാരുടെ കഴുത്തേൽ എന്ത് ചെയ്യുക? കാലെടുത്ത് വെക്കുക. വേദപുസ്തകത്തിന് ചില പ്രത്യേക തരമായുള്ള രീതികളുണ്ട്. ആമേൻ. അതിലൊന്ന്, മോശ കൈ ഉയർത്തിയാൽ ജയിക്കും, കൈ താഴെ ഇട്ടിയാൽ തോക്കും. അതുപോലെ യോശുവ ജനത്തോട് പറഞ്ഞ മറ്റൊരു പ്രൊഫറ്റിക്കൽ ആക്ഷനാണ്, നീ ആ രാജാക്കന്മാരുടെ കഴുത്തെ കാലെടുത്ത് വെക്കണം. എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ? കാല് വെക്കുന്ന നീ അധിപതിയും കാൽ കീഴിൽ കിടക്കുന്നവൻ നിന്റെ അടിമയുമാണ്. സത്യത്തിൽ കനാനിലെ ഈ പറയുന്ന പ്രവിശ്യകളുടെ മുഴുവൻ രാജാക്കന്മാരെവരാ? പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അധിനിവേശത്തോടുകൂടി വാഗ്ദത്തവും വാളും പിടിച്ചുകൊണ്ട് യോശുവയും അവന്റെ കൂട്ടവും കയറി വന്നിട്ട് ഇവരെ പിടിച്ചടക്കി ഇവരുടെ രാജ്യത്തെ കൊള്ളയിട്ട് ഈ രാജാക്കന്മാരെ നിലത്തിട്ട് ചവിട്ടി. എന്റെ കൂടെ ആ വാക്കൊന്ന് പറഞ്ഞ, നിലത്തിട്ട് ചവിട്ടിയപ്പോൾ ഒരു കാര്യം അവർ ഇൻഡയറക്റ്റ് ആയിട്ട് വിളിച്ചു പറയുകയാണ്, ഇനി ഈ കനാനിൽ, ഈ യെരുശലേമിൽ, ഈ എഗ്ലോനിൽ നീയല്ല, ഞാനാണ്. മനസ്സിലായില്ല? ഈ രാജാക്കന്മാരുടെ കഴുത്തിൽ കാലുയർത്തി വെച്ച് നിൽക്കുന്ന യോശുവയുടെ പടജനം പറയുന്നത്, ഇനി കനാനിൽ നിങ്ങളല്ല, ഇനി കനാനിൽ ഞങ്ങളാണ്. കാൽവറി ക്രൂശിൽ സർവായുധവർഗം വെപ്പിച്ചിട്ട് അവനെ പരാജയപ്പെടുത്തിയിട്ട് ജയോത്സവം കൊണ്ടാടിയിട്ട് കർത്താവ് നമ്മോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. എന്തിനുള്ള അധികാരം? പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും. അത് സഭ പറയട്ടെ, ഉറക്കെ പറ.
ചവിട്ടുവാൻ യോശുവ ചവിട്ടിയതുപോലെ എറണാകുളത്ത് ഇനി വാഴേണ്ടത് അവനല്ല, എറണാകുളത്ത് ഇനി വാഴേണ്ടത് സഭയാണ്. കേരളത്തിൽ ഇനി വാഴേണ്ടത് അവനല്ല, കേരളത്തിൽ ഇനി എഴുന്നേറ്റ് വാഴേണ്ടത് അവന്റെ സഭയാണ്. പാമ്പുകളെയും തേളുകളെയും, ഈ പാമ്പുകളും തേളുകളും എന്താണെന്നറിയാമോ? ഇത് അറിയത്തില്ലേ? ഓക്കെ, ഞാൻ ഒന്ന് പറഞ്ഞു വിടാം, നമ്മുടെ കോണ്ടക്സ്റ്റിനെ ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് എന്നാലും പറയാം. വെളിപ്പാട് പുസ്തകത്തിൽ ഞാൻ റെഫറൻസ് വേണേ തരാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം എടുത്തേ. അത് നിനക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് കർത്താവ് തന്നെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പിനെ, മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടിക്ക് ചങ്ങലക്കിട്ടു. സത്യത്തെ അറസ്റ്റ് ചെയ്യേണ്ടത് കെരൂബിനെയാണ്. യോഹന്നാന് തെറ്റിയതായിരിക്കാം, ക്ഷമിച്ചേക്കല്ലേ. പക്ഷെ സത്യത്തെ അറസ്റ്റ് ചെയ്യേണ്ടത് ആരെയാ? ചിറക് വിരിച്ച കെരൂബിനെയല്ലേ. പക്ഷെ ആരെ അറസ്റ്റ് ചെയ്തത്? ഒരു പാമ്പിനെ പിടിച്ച് അങ്ങനെ കിട്ടും. എന്താ അതിന്റെ അർത്ഥം? അവൻ തന്നെയാണ് കെരൂബ്. വീണുപോയ ലൂസിഫർ അവൻ തന്നെയാ. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, ഏറ്റവും തലയായവനുണ്ടല്ലോ പാമ്പ്, അവനെയും പേടിക്കണ്ട. എടാ, ഏതെങ്കിലും മൂക്കിപ്പനി വരുത്തുന്നവനെ മാത്രം ജയിക്കാനല്ല ഞാൻ നിനക്ക് അധികാരം തരുന്നത്, പാമ്പിനെ ചവിട്ടാൻ, പാമ്പിനെ ചവിട്ടാൻ, പഴയ പാമ്പിനെ ചവിട്ടാൻ. തോട്ടത്തിനകത്ത് ഇഴഞ്ഞു കയറി വന്ന പഴയ പാമ്പിനെ നീ ചവിട്ടും. പാമ്പിന്റെ വിഷം എവിടെ ഇരിക്കുന്നേ? തലയില. അവന്റെ കഴുത്തോട് ചേർന്ന തലയിൽ വിഷമുള്ള പാമ്പിനെ നീ ചവിട്ടും. തേളിന്റെ വിഷം എവിടെ ഇരിക്കുന്നേ? വാലില്. എടാ, തലയിൽ വിഷമുള്ള പാമ്പിനെ ചവിട്ടും, വാലേ വിഷമുള്ള തേളിനെ ചവിട്ടും. എന്ന് പറഞ്ഞാൽ തലയായവനെയും ചവിട്ടും, വാലായവനെയും നീ ചവിട്ടും. പാമ്പുകളെയും തേളുകളെയും. ഇനി വിട്ടുപോയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സകല ശക്തിയെയും ചവിട്ടുവാൻ ഇതാ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. കേറി ചവിട്ടിക്കോ. ഒന്നും ഒരു നാളും നിനക്ക് ദോഷം വരുത്തുകയില്ല. ചവിട്ടിക്കോ, ചവിട്ടിക്കോ, ചവിട്ടിക്കോ. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കണമെന്ന് തോന്നുന്നെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം. ഒന്ന് മുന്നിലേക്ക് വരണമെന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ എന്ത് ചെയ്യാം. ഇതൊന്നും നിങ്ങളെ മിടുക്കന്മാരാണെന്ന് തെളിയിക്കാനല്ല. അവിടെ ഇരുന്നാലും ഇവിടെ വന്നാലും നിങ്ങൾ ഈ കർത്താവ് ചെയ്യാനുള്ളത് ചെയ്യും. എന്നാലും ഒന്ന് മുന്നിലോട്ട് വരണമെന്ന് തോന്നുവാണെങ്കിൽ വന്നാലും, നിൽക്കണമെന്ന് തോന്നിയാൽ നിന്നാലും, ഒന്ന് ഇരിക്കണമെന്ന് തോന്നിയാൽ ഇരുന്നാലും, ഒന്ന് മുട്ടുകുത്തി നിൽക്കണമെന്ന് തോന്നിയാൽ അങ്ങനെ ചെയ്താലും, ഏതു വിധേനയും കർത്താവിൽ നിന്ന് ചിലത് നിങ്ങളുടെ മേൽ വീഴട്ടെ. ഞാൻ ഈ വർഷത്തിൽ അല്ല, കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിൽ എന്റെ പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞ കാര്യം, അവസാന നാളുകളിൽ പാസ്റ്റർ ഒരു വലിയ റിവൈവലിന്റെ ചലനങ്ങൾ ഉണ്ടാകും. സത്യമായി ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരു ഉണർവൊന്നും ഉണ്ടാകത്തില്ല. മഹാപീഠനയും അതിനകത്തുകൂടി സഭ തേജസ്കരിക്കപ്പെടുകയും സഭ എടുക്കപ്പെടുകയും ചെയ്യുമെന്നായിരുന്നു. എന്നാൽ കർത്താവ് എന്നോട് പെർട്ടിക്കുലർലി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, അവസാന നാളുകളിൽ കാത്തിരിക്കുന്ന ചിലതിനെ ഒന്നുകൂടെ ഒന്ന് ഒരുക്കിയെടുക്കാൻ, വരവിന് വേണ്ടി കൊതിച്ചിരിക്കുന്ന ചിലരെ ദൈവരാജ്യത്തിന്റെ വെളിപ്പെടുത്തലുകളാക്കി നിർത്താൻ കർത്താവ് ഒരു റിവൈവലിനെ അയക്കും. അത് എനിക്ക് തോന്നുന്നത് ഒരാഴ്ച ഫേസ്ബുക്കിലോ യൂട്യൂബിലോ വൈറലാകുന്ന റിവൈവൽ ആകണമെന്നില്ല. പക്ഷെ അതിന് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് വൈറലായില്ലെങ്കിലും അത് ലോകത്തിന് വലിയ ഇമ്പാക്റ്റ് കൊണ്ടുവരും. ആമേൻ. റോമർക്കെതിരെ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, പോരാടാൻ നിങ്ങൾക്കൊരു നാഴിക ഉണ്ടായിരുന്നത് പോലെ, യുദ്ധം ചെയ്യാൻ ഒരു നാഴിക ഉണ്ടായിരുന്നത് പോലെ, നിങ്ങളുടെ ആയുസ് അവസാനിക്കുന്നതിന് മുമ്പ് ഇന്നു വരെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്ത സകലത്തിന്റെയും മുകളിൽ എടുത്ത് കാല് വെച്ച് ചവിട്ടി വാഴാനും കൂടെ ഒരു സീസൺ കർത്താവ് തരാൻ പോവുകയാണ്. കേട്ടില്ല?
ഈ പഴയ പാമ്പില്ലേ, ഈ പഴയ പാമ്പ് ലൈവ് പോകുന്നുണ്ടെങ്കിൽ ഒന്ന് മ്യൂട്ട് ചെയ്താൽ നന്നായിരിക്കും. കാരണം എന്റെ കർത്താവ് വരുന്നത് നമ്മുടെ കർത്താവ് വരുന്നത് തികവുള്ളതിൽ അതിനെ ചേർക്കാനാണ്. അവന്റെ തേജസ് പകരാൻ പറ്റുന്ന പാത്രങ്ങളെ ചെടുക്കാനാണ്. ഞാൻ ആ വെളിപ്പാടിനകത്ത് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആത്മാവനോട് പറഞ്ഞു, അവസാന കാലത്ത് ഇരുട്ടിന്റെ രാജ്യത്തെ തകിടം മറിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ എഴുപ്പിക്കാൻ വേണ്ടി ദൈവം ഒരു പ്രത്യേക അഭിഷേകത്തിന്റെ മാൻഡിലിനെ തുറക്കും. ആമേൻ, 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 ആമേൻ. പൗലോസ് എഫെസോസിൽ ചെന്നപ്പോൾ എഫെസോസിന്റെ കൾച്ചർ പോലും മാറത്തക്കവണ്ണം അർത്തമീസിന്റെ ആധിപത്യത്തെ ഇളക്കിക്കളയാൻ പര്യാപ്തമായ ശക്തി അവന്റെ അകത്ത് വ്യാപരിച്ചതുപോലെ അവസാന നാളുകളിൽ ഒരു വലിയ ഡെലിവറൻസിന്റെ സീസൺ ആരംഭിക്കും. ആമേൻ. ഞാൻ സത്യത്തിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് വലിയൊരു ഇവാഞ്ചലൈസേഷൻ നടക്കുമെന്ന, നൂറുകണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അകത്തോട്ട് കയറുമെന്ന. പക്ഷെ കർത്താവ് എന്നോട് പറഞ്ഞത്, അകത്തോട്ട് കയറുന്നതിന് മുമ്പേ അകത്തുള്ളതിനെയൊക്കെ ചിലതെടുത്ത് വെളിക്കളയാറുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാണോ ഈ മുന്നിലേക്ക് ഓടി വന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാനൊരു കാര്യം ആത്മാവേ പറയാം, ഇതിനകത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഇന്നു മുതൽ അവന്റെ തലയെ ചവിട്ടാൻ തുടങ്ങുക. ഒരു നാഴിക കൂടി നമ്മുടെ മേൽ അവന് ജയമില്ല, 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 ജയമില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നോട് കർത്താവ് പറയുന്നു, നിങ്ങളുടെ മേൽ അതിനു വേണ്ടി മാത്രമായി ഒരു സ്പെഷ്യൽ അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് അയക്കും. സാത്താന്യ മണ്ഡലങ്ങളെ പിടിച്ചു കെട്ടാൻ കഴിയുന്ന, സാത്താന്യ മണ്ഡലങ്ങളെ ഇളക്കിക്കളയാൻ കഴിയുന്ന ഒരു ശക്തിയേറിയ ആത്മപകർച്ചയ്ക്കായി സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. വീരന്മാരെ പോലെ, വീരന്മാരെ പോലെ അവൻ തന്റെ ശക്തി തന്റെ സഭയുടെ മേൽ പകരട്ടെ. പ്രാപിച്ചോ, പ്രാപിച്ചോ തീ കൊണ്ടൊരു അഭിഷേകത്തെ. ചവിട്ടിക്കോ, ചവിട്ടിക്കോ. ഇന്നലെ വരെ അത് നിങ്ങളെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ലവ് ഫീസ്റ്റ് ഒരുമിച്ച് കീഴ്പ്പെടാതിരുന്ന പലതിനെയും കീഴ്പ്പെടുത്തുകയാണ്. എല്ലാവരുടെ മേലും, എല്ലാവരുടെ മേലും ഇപ്പോൾ പിതാവേ, അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും ഇറങ്ങി വരുമെന്ന് അങ്ങ് വാഗ്ദത്തം ചെയ്ത അത്യന്ത ശക്തിയായ തീ, the fire of the Holy Ghost coming upon you now. Wow, take it, take it, take it, take it. Rajalabaya. Yes, receive the fire. Yes, receive the fire. Leva mama hasurabaya. Yes, yes, yes. കത്തട്ടെ, കൈകളിലേക്ക് ബലം വ്യാപരിക്കട്ടെ, ആത്മശക്തി വ്യാപരിക്കട്ടെ. മരണത്തെ ജയിക്കാൻ, സാത്താന്യ മുഖങ്ങളെ പൊട്ടിക്കാൻ
ശത്രുക്കളെ പുറത്താക്കാൻ ഇതാ നിന്റെ മേലൊരു അധികാരത്തെ യേശുവിന്റെ നാമത്തിൽ ഞാൻ റിലീസ് ചെയ്യുന്നു. Right now, take it. പിടിച്ചോ. പലയിടങ്ങളിലായി നിൽക്കുന്ന നിങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് ഒരു അധികാരത്തിന്റെ പകർച്ച നടത്തുകയാണ്. നീ ചെന്ന് കയറുന്ന വീടിനകത്ത് നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികൾക്കിടെ അടുക്കൽ നിന്ന് അശുദ്ധാത്മാക്കൾ അലറി വിളിച്ചോണ്ട് പോകുന്നത് പോലെ ഇന്ന് രാത്രി അങ്ങനൊരു മിനിസ്ട്രിയിലേക്ക്, അങ്ങനൊരു ശുശ്രൂഷയിലേക്ക് ഞാൻ ആത്മാവിൽ നിന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു. പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. Take that mantle now. Take that mantle now. Yes, ആഴിയടെ ഒരു പുതിയ ശക്തിയോടെ യുദ്ധം ജയിച്ചു വരുന്ന വീരനെ പോലെ ഒരു സോൾജിയർ അനോയിന്റിംഗ്. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ഒരു സൈന്യം എഴുന്നേറ്റ് വരുന്നത് പോലെ, യുദ്ധത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ പടപൊരുതാൻ ഒരു സൈന്യം എഴുന്നേറ്റ് വരുന്നത് പോലെ, ഈ രാത്രി ഇതിനകത്തിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും യോദ്ധാക്കന്മാരെ പോലെ പരിശുദ്ധാത്മാവ് അരകെട്ടി അഭിഷേകത്തിന്റെ വാളുകളെ നൽകി അധികാരത്തിന്റെ ചട്ടയണിയിപ്പിച്ച് എഴുന്നേൽപ്പിക്കുക.